ദൈവത്തോടും നാൾവാഴ് ദൈവത്തോടും നാൾവാഴ്ചയോടും കുണ്ടത്തോടും കുണ്ടത്തമ്പുരാന്മാരോടും മലയാളി തമ്പുരാന്മാർക്ക് നന്ദാദൈവം വെക്കാൻ സമ്മതമാണ്. മുഖയ കുലദേവതേ മൂർത്തിത്രയത്തിനും മൂലമാതേ മുഖയ കുലദേവതേ മൂർത്തിത്രയത്തിനും മൂലമാതേ 11 പീഠസ്ഥയായി പരിപാലിച്ചിടും ലോകമാതേ പ്രസീദ പ്രസീദ പ്രപഞ്ചസ്വരൂപേ പ്രസീദ പ്രസീദ പ്രപഞ്ചസ്വരൂപേ. ഈ മണ്ണിൻ്റെതായ കേടും കീർത്തിയും അഭിമാനത്തെ വെച്ച് പറയിച്ചുള്ള മാതാക്കന്മാരെ സാക്ഷിയായി അമ്മേ ശരണം. എന്തായിരുന്നു ചോദിച്ചത്? ആര്യക്കെട്ട് എന്നാൽ എന്താണ്? ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം പണ്ട് ആര്യാവർത്തം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ പല അയൽരാജ്യങ്ങളും കൂടി ഉൾപ്പെട്ടതായിരുന്നു ആര്യാവർത്തം. ആര്യൻ എന്ന വാക്കിന് ശ്രേഷ്ഠൻ എന്ന് അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. സംസ്കൃത ശാസ്ത്ര വിദ്യാസമ്പന്നരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ആര്യാവർത്തത്തിൽ അധികാരം കൈയാളിയിരുന്നതും അവർ തന്നെ. ഇനി ആര്യക്കേട്ട് എന്ന് തീയമൊഴിയുന്നത് ആര്യന്മാരുടെ മേഖല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ മലയാങ്കെട്ട് മലയാള ദേശം തന്നെ. ആര്യക്കെട്ടിൽ നിന്ന് മലയാങ്കെട്ടിലേക്ക് എന്നാണല്ലോ തെയ്യം ഒഴിയുന്നത്. ഇന്ന് ചിങ്ങം 1 അതെ. ഇന്ന് മലയാളം കൊല്ലവർഷം 1197 പിറക്കുന്ന ദിവസം. തെയ്യങ്ങളുടെ സ്വരൂപാചാരം ചൊല്ലിൽ അൻപു കൊഴിഞ്ഞ് കയർത്തത് ഹേതുവായി അന്ന് കൊല്ലം 117 ആണ്ട് കന്നി വ്യാഴം പകരുന്ന കന്നിഞ്ഞാറ്റിൽ സ്വരശ്രീ വന്നല്ലോ. കുറച്ച് വൈകിപ്പോയി സർ. ഞാൻ താഴത്ത് എത്തുമ്പോഴേക്കും നിങ്ങൾ തൊഴുത് മടങ്ങിയെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. അന്ന് കൊല്ലം 117 ആണ്ട് കന്നി വ്യാഴം പകരുന്ന കന്നിഞ്ഞാറ്റിൽ എന്ന് ചൊല്ലിക്കേൾക്കുമ്പോൾ ഭഗവതിമാർ ഇവിടേക്ക് എഴുന്നള്ളിയിട്ട് 1080 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് പുരാവൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അത് ശരിയാ. പക്ഷേ പുരാവൃത്തങ്ങൾക്ക് പ്രമാണമില്ലല്ലോ മാഷേ. ശരി തന്നെ. പരമ്പരയായി തുടരുന്ന വാമൊഴി എന്നതിനപ്പുറം തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല. പക്ഷേ പുരാവൃത്തങ്ങളിൽ പലതിലും ചരിത്രത്തിൻ്റെ നേരറിവ് നൽകുന്ന കൃത്യമായ ദിശാസൂചനകളുണ്ട്. മാഷേ, അതൊന്ന് വ്യക്തമാക്കി തരുമോ? ഉദാഹരണത്തിന് ആദൂർ ദേവസ്ഥാനത്തിൻ്റെ പുരാവൃത്തം പഠിച്ചാൽ ഭഗവതിമാർ വന്നു എന്ന് പറയപ്പെടുന്ന കാലത്ത് മല്ലാപുരം പ്രദേശം ഭരിച്ചിരുന്നത് വല്ലാൾ രാജാക്കന്മാരായിരുന്നു എന്ന് അറിയാൻ കഴിയും. അതൊന്ന്. 2, അന്ന് വല്ലാൾ രാജാക്കന്മാരുടെ പല്ലക്ക് ചുമന്നിരുന്നത് മൊഗേ സമുദായക്കാരാണ് എന്ന് കാണാം. മൊഗേ സമുദായത്തിന് തന്നെ പല്ലക്ക് ചുമക്കുന്നവർ എന്ന അർത്ഥത്തിൽ ഭൂവികൾ എന്ന് പറയുന്നു. മീൻ പിടിച്ച് നദിക്കരയിൽ ഉപജീവനം നടത്തിയിരുന്ന ഇവർ ഉൾനാടുകളിൽ ഇത്തരം ജോലികളിൽ ഏർപ്പെട്ടിരുന്നു. ഭോവികൾ കൂട്ടമായി താമസിച്ചിരുന്നതുകൊണ്ടാണ് ഒരു പ്രദേശത്തിന് ഭോവിക്കാനം എന്ന് പേര് വന്നത്. ഇതൊക്കെ ആധുനിക കാലത്തെ അന്വേഷകർക്ക് ചരിത്രത്തിന്റെ നിലവറ തുറക്കാനുള്ള താക്കോൽ തന്നെയല്ലേ?
ഗുണം വരണം, ഗുണം വരണം, എല്ലാവർക്കും ഗുണം വരണം. മാതാവും പിതാവും ഒഴിഞ്ഞില്ല മറ്റൊരു ദൈവവും. പെറ്റ മാതാവൊഴിഞ്ഞാൽ പോറ്റിക്കൊള്ളുന്ന മാതാവല്ലോ ഭഗവതി. ഇങ്ങനെ തെയ്യങ്ങൾ അഭയവാക്യം മൊഴിയുമ്പോൾ ഭക്തനത് ഉൾക്കാമ്പിൽ ഉൾക്കൊണ്ട് കണ്ണീരണിയുന്നു. അമ്മ ദൈവാരാധനയുടെ അനാദികാലം തൊട്ടുള്ള പാരമ്പര്യനിഷ്ഠമായ വിശ്വാസദാർഢ്യമാണ് ഭക്തിക്കടിസ്ഥാനം. ഭക്തിക്ക് ശക്തി കൊണ്ട് കൂട്ടുന്ന മാതാക്കന്മാർ, ജീവദായകരും ജീവരക്ഷകരുമായ അമ്മ ദൈവങ്ങൾ. ഈയത്തിന്റെ മഴ പെയ്താൽ ഇരുമ്പ് കുടപിടിച്ച് കാത്തു രക്ഷിക്കുമെന്ന് ഭക്തർക്ക് ഉറപ്പു നൽകുന്നു. ആര്യാവർത്തത്തിൽ AD 6-7 നൂറ്റാണ്ടിനിടയ്ക്കു തന്നെ മഹിഷാസുരമർദ്ദിനിയായ ദുർഗയ്ക്ക് പ്രചാരം ലഭിച്ചു എന്ന് ചരിത്ര ഗവേഷകൻ ഡോക്ടർ KKN കുറുപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ കാലത്ത് തന്നെ തൃശൂലധാരിയായ കൊറ്റവൈ തമിഴകത്ത് ആരാധിക്കപ്പെട്ടു തുടങ്ങിയെന്നും ഈ രണ്ട് ആരാധനാരീതികളും ഇഴചേർന്നതാണ് കേരളത്തിലെ ഭഗവതി ആരാധനാ പ്രസ്ഥാനമെന്ന് കുട്ടമത്ത് A. ശ്രീധരൻ മാഷ് പ്രബന്ധങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കുടുംബം, തറവാട്, താനം എന്ന ക്രമമുള്ള ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന മുഗയ സമുദായത്തിൻ്റെ മുഖ്യ ദേവത അമ്മ ദൈവങ്ങളാണ്. മാടായിപ്പാറയ്ക്കും സോമേശ്വരം പാറയ്ക്കുമിടയിലെ 11 ദേവതാസ്ഥാനങ്ങൾ അഥവാ താനങ്ങളാണ് സമുദായത്തിനുള്ളത്. ഈ ആരാധനാലയങ്ങൾ ശിവക്ഷേത്രങ്ങളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് തന്നെ ഇത് പ്രാചീന ഗോത്രവിഭാഗമാണെന്ന് ശരിവെക്കുന്നതായി ഡോക്ടർ AM ശ്രീധരന്റെ പഠനത്തിൽ കാണാം. വർഗോൽപത്തി കഥയിൽ 3 വകഭേദങ്ങളുണ്ട്. അതിൽ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നത് ഇതാണ്. കൊടുങ്ങല്ലൂരിലെ പണ്ഡിത സഭയിൽ വേദശാസ്ത്രങ്ങളെ മനുഷ്യകുലത്തിന്റെ ആകെ പരിവർത്തനത്തിനുതകും വിധത്തിൽ എല്ലാ സമുദായങ്ങൾക്കും നൽകണമെന്ന് ശങ്കരാചാര്യർ അഭിപ്രായപ്പെട്ടു. അതിനെ അനുകൂലിച്ചവർ എന്ന് ആരോപിക്കപ്പെട്ട 4 പേർക്ക് പുരോഹിത മുഖ്യൻ ഭ്രഷ്ട് കൽപ്പിച്ചു. ശങ്കരാചാര്യർ മുഖേന ഉണ്ടായവർ മുഖയർ എന്ന് വിളിക്കപ്പെട്ടു എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഭ്രഷ്ടരാക്കപ്പെട്ട 4 പേരും സാമൂതിരി നാടിൻ്റെ വടക്കേ അതിരുകടന്ന് മലയാളം എന്നർത്ഥം വരുന്ന മലയാം തുളുങ്കൻ പൊന്മുടിവേന്തൻ കോലത്തിരിയെ അഭയം പ്രാപിച്ചു. കൊട്ടാരത്തിലും ക്ഷേത്രങ്ങളിലും ചില സേവനങ്ങൾ ചെയ്യാൻ ഇവരെ കോലത്തിരി ചുമതലപ്പെടുത്തി. അതിനു പുറമെ കോലത്ത് നാട്ടിലും അള്ളടത്തിലുമുള്ള ക്ഷേത്രങ്ങളിൽ മീനമൃത് നേദ്യമെത്തിക്കാനുള്ള അവകാശവും അവർക്ക് നൽകി. നാടുവാഴികളുടെ പല്ലക്ക് വാഹകരാക്കപ്പെട്ടതോടെ പൊതുസമൂഹത്തിൽ ഇവർക്ക് ആദരവ് ലഭിച്ചു തുടങ്ങി എന്നാണ് വിവരണം. ഭഗവതിമാരുടെ ആഗമനം സംബന്ധിച്ച പുരാവൃത്തം ഇങ്ങനെ. ആര്യനാട്ടിലെ ശിവഭക്തനായിരുന്ന സുധാവർമ്മൻ എന്ന രാജാവിന് സന്തതികളില്ലായിരുന്നു. പൂജയും ഉപാസനയുമായി കഴിഞ്ഞ അദ്ദേഹത്തിനു മുന്നിൽ ശിവൻ പ്രത്യക്ഷപ്പെടുകയും ഇന്ദ്രൻ തനിക്കൊരു മകളെ തരുമെന്ന് അറിയിക്കുകയും അവളുടെ സംരക്ഷണത്തിനായി ഭൂതഗണപ്രധാനിയായ ഗുളികരാജനെ അവിടെ നിർത്തുകയും ചെയ്യുന്നു. ചൊവ്വാഗ്രഹ ദേവതയായ ഇന്ദ്രാംശജ ആര്യരാജകൊട്ടാരത്തിൽ ലാവണ്യവതിയായി വളർന്നു. ബ്രഹ്മാംശജയും മഹേശ്വരാംശജയുമായ 2 ദേവകന്യകൾ ആര്യകന്യകയെ കാണാൻ കൊട്ടാര നഗരിയിലെത്തി. പുണ്ണരീയമെന്ന തടാകക്കരയിലെ പുന്നമരച്ചോട്ടിൽ ബ്രഹ്മാംശജ വിശ്രമിച്ചു. ദേവി
പിന്നീട് പുന്നക്കാൽ ഭഗവതി എന്ന് വെളിപ്പെട്ടു. മഹേശ്വരാംശജയായ ദേവകന്യയെ കൊട്ടാര പരിസരത്ത് ഗുളികൻ തടയുന്നു. ദേവകന്യക തൃശൂലധാരിയായ മഹേശ്വരി രൂപം കാട്ടിയപ്പോൾ ഗുളികരാജൻ ദേവിയുടെ ആജ്ഞാനുവർത്തിയാകുന്നു. ആര്യരാജകുമാരി പുലർക്കാലത്ത് കുളപ്പൂങ്കാവിലെത്തുമെന്നും അവിടെ വെച്ച് കുമാരിയെ കാണാമെന്നും ഗുളികൻ അറിയിക്കുന്നു. പിറ്റേന്ന് പൂരക്കാലെ പുലർക്കാലെ പൂവിറുത്തു കഴിഞ്ഞ ആര്യരാജകുമാരി കുളമണ്ഡപത്തിൽ തളർന്നു വീണ് ബോധരഹിതയാകുന്നു. മഹാവൈദ്യന്മാർക്കൊന്നും രോഗസ്ഥിതി മനസ്സിലാകാതെ വന്നപ്പോൾ ദേവപ്രശ്നത്തിന് കൽപ്പനയായി. രാജകുമാരിയിൽ ദേവിമാർ ആവേശിച്ചിരിക്കുകയാണെന്നും അവർ മലയാളദേശത്തേക്ക് കൈയെടുക്കാൻ ആശിക്കുന്നതായും അതിനുള്ള യാത്രാ സൗകര്യങ്ങൾ രാജാവ് ഒരുക്കി നൽകണമെന്നും പ്രശ്നവിധിയുണ്ടായി. വിധിപ്രകാരം വിന്ധ്യാദേശത്തെ രാജപ്പെരുങ്കൊല്ലനും കൂട്ടാളികളും ജലയാത്രയ്ക്കുള്ള മരക്കലമൊരുക്കി. പള്ളിയറയും പൊൻപീഠവും വെള്ളിപീഠവും ആയുധ അറയുമുള്ള അലങ്കാര ജലയാന പാത്രത്തിൽ ഗുളികന്റെ തുണയോടെ ദേവിമാർ മലയാങ്കെട്ടിലേക്ക് യാത്രയാരംഭിച്ചു. ഗംഗക്കര, അറബിക്കര, പൊന്നാശി, അവിനാശി, അനന്തക്കര, വടവീശ്വരം, കായക്കോടി, വെത്തിലക്കോടി, ജഗവല്ലി, ഗോകർണക്കര, 108 അഴികൾ താണ്ടി എടത്തൂരഴിമുഖത്ത് അവർ വന്നെത്തി. മാടായിക്കടുത്തുള്ള ഉച്ചൂളിക്കടവത്ത് സാന്നിധ്യം ചെയ്ത് മഹേശ്വരാംശജയായ ദേവി ഉച്ചൂളിക്കടവത്ത് ഭഗവതിയായി. ആര്യക്കെട്ടിൽ നിന്നും യാത്ര തിരിച്ചവർ വൈരാപുരം വടക്കൻകോടിയിലെ ശങ്കരനാരായണ സങ്കേതത്തിലെത്തി. വീരന്മാരിൽ കടവീരനായ വടക്കൻകോടി വീരനെ പുന്നക്കാൽ ഭഗവതി തുണയായി കൂട്ടി. പുന്നക്കാൽ ഭഗവതിയെ പൂമാല ഭഗവതിയായും വടക്കൻകോടിയെ പൂമാരുതനായും സങ്കല്പിച്ച് തെക്കൻ തുളുനാട്ടിൽ കെട്ടിക്കോലത്തോടെ ആരാധിച്ചു വരുന്നുണ്ട്. നടുക്കടലിൽ കൊട്ടിവിളിച്ചാർത്ത് ചുഴല വന്നണയും പോലെ കാളികൂളി മഹാമാരി വിത്തുമായി മറ്റൊരു മരക്കലത്തിൽ ആര്യപ്പൂങ്കന്യായ ഇന്ദ്രാംശജയെ കാണുന്നു. അതത്ര നന്നല്ലെന്ന് കണ്ട് ഉച്ചൂളിക്കടവത്ത് ഭഗവതിയുടെ നിർദ്ദേശപ്രകാരം ഗുളികൻ ആ മരക്കലത്തെ തകർക്കുന്നു. ഉച്ചൂളിക്കടവത്ത് ഭഗവതി ആര്യരാജപുത്രിയുടെ കൈപിടിച്ച് ചങ്ങാതിയായി കൂടെ കൂട്ടുന്നു. എപ്പോൾ കണ്ട ചങ്ങാതി എന്നതിന് ഇപ്പോൾ കണ്ട ചങ്ങാതി എന്ന് ദേവി ഉത്തരം നൽകുന്നു. ഭക്തജനങ്ങൾക്ക് ഭയഭക്തി നിലനിർത്തുന്നതിന് ഒരു പിടി മാരിവിത്ത് മടിയിൽ കരുതി ആര്യരാജപുത്രി ഉച്ചൂളിക്കടവത്ത് ദേവിയുടെ പീഠത്തിൽ സഖിത്വത്തോടെ ആസനസ്ഥയാകുന്നു. ഒന്നു കിട്ടിയാൽ പാതി, 2 കിട്ടിയാൽ 1 എന്ന് ഉച്ചൂളിക്കടവത്ത് ദേവി ചങ്ങാത്ത വാക്ക് നൽകുന്നു. തുടർന്നുള്ള യാത്രയിൽ ദാരികൻ കോട്ടയിൽ നിന്നാണത്രേ ഭണ്ഡാര സൂക്ഷിപ്പും വെപ്പിലംശവും വാക്കു നൽകി അസുരാളൻ ദൈവത്തെ ആര്യരാജകുമാരി കൂടെ കൂട്ടുന്നത്. തന്റെ ദേവിയുടെ മരക്കലം തകർത്ത ഗുളികനെ അസുരാളൻ കടലിൽ വലിച്ചെറിയുന്നു. ഉച്ചൂളിക്കടവത്ത് ദേവി ഒരു മരപ്പലകയിട്ടുകൊടുത്ത് തങ്ങൾ കരയിറങ്ങുന്ന കടവിൽ കാത്തുനിൽക്കാൻ ഗുളികന് നിർദ്ദേശം നൽകുന്നു. ഗുളികൻ നാങ്കൂർ കടപ്പുറത്ത് കരയേറി. നാങ്കൂരിലെ മോലോത്തുകുളം ഇവിടെയായിരുന്നു. നാങ്കൂർ മഹാദേവന്റേത് എന്ന് കരുതാവുന്ന 6 അടി വലിപ്പമുള്ള ശിവലിംഗം കണ്ടെത്തിയത് ഇവിടെ നിന്നായിരുന്നു.
നാങ്കൂർ ദേവന്റെയോ ഗുളികന്റെയോ സാന്നിധ്യമുള്ളതിനാൽ പണ്ടുകാലത്ത് ബാങ്ക് വിളിയില്ലാതിരുന്ന പള്ളി. 108 അഴികൾ കടന്ന് ഭഗവതിമാർ കരയണഞ്ഞ എടത്തൂരഴി ഏഴിമല പരിസരത്താണെന്നും കാടങ്കോട് പുഴയോരത്താണെന്നും രണ്ടഭിപ്രായമുണ്ട്. കൊളങ്ങാട്ടുമലയ്ക്ക് പടിഞ്ഞാറ് ഓരിയരക്കാവ് നെയ്തൽ തിണയിൽ ഭഗവതിമാരും വീരന്മാരും കരയിറങ്ങുന്നു. നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം അദൃശ്യനായ ഗുളികരാജൻ ഭഗവതിമാർക്ക് ദൃശ്യനായി ആജ്ഞാനുവർത്തിയായി വണങ്ങി നിൽക്കുന്നു. ആവീരനീരും കൈതേരതണലും വെളുത്ത മണലും കുളിർത്ത കാറ്റും ആധാരമായി ഒരു വ്യാഴവട്ടം കഴിഞ്ഞു എന്ന് തെയ്യം മൊഴി. അന്ന് ഒരിയരക്കാവ് ഇടത്തരം കാടായിരുന്നു എന്ന് വേണം കരുതാൻ. തലക്കാട്ട് കൂറന്തിയനും മലാമോയോനും മണിശബ്ദത്താൽ ചെറുമൃഗങ്ങളെ ആകർഷിച്ചു നായാടുന്ന മണിനായാട്ടിനിടയിൽ ഇളങ്കോലത്തിലുള്ള ദേവിമാരെ കാണുന്നു. നെറിയും കുറിയും ചുറ്റും കെട്ടും കണ്ടാൽ കഴിയൊഴിച്ചുകൂടാ എന്ന വസ്തുത കരുതി തലക്കാട്ടുകൂറൻ കരിക്കു ചെത്തി ഭഗവതിമാരുടെ മുന്നിൽ വെച്ചു. മലാമോയോൻ കുടിക്കാൻ പാകത്തിൽ കരിക്ക് തുളച്ച് ആദരവോടെ നൽകി. സംപ്രീതരായ ദേവിമാർ കുലദേവതയായി തന്നെ മലാമോയോനെ കടാക്ഷിച്ചു. ആദ്യം കൊത്തിവെച്ച കരിക്ക് ഉച്ചൂളിക്കടവത്ത് ഭഗവതി എടുത്തു എന്നത് ഒന്നു കിട്ടിയാൽ പാതി എന്ന ചങ്ങാത്ത വാക്കിന്റെ ലംഘനമായി കരുതി സ്വന്തം നിലയ്ക്ക് തട്ടകം കുതിച്ച് ആര്യരാജകുമാരി ബലമുള്ള നായരെയും ഉശിരുള്ള നാൽപ്പാടിയെയും തേടി കൈതക്കാട് ശാസ്താവിന് വണങ്ങി ആയിറ്റിക്കാവ് നിലകൊള്ളുന്ന വഴിയിലെത്തിയപ്പോൾ ദേവിയെ കണ്ട മുത്തേടത്ത് തീയൻ ഇരിക്കാൻ പീഠവും പിടിക്കാൻ ആയുധവും കുടിക്കാൻ കൽപ്പകരസവും നൽകി ആദരിച്ചു. ഇവിടെ ഇരിക്കിടം കൊണ്ട ദേവി ആയിറ്റി ഭഗവതിയായി വിളിപ്പേർപ്പെട്ടു. അമ്മക്കൊരു കൂടില്ലേട, എന്റെ ആയിറ്റിക്കാവുണ്ട് എനക്ക്. ഉച്ചൂളിക്കടവത്ത് ദേവി കൊളങ്ങാട്ട് മലയിൽ നിന്ന് പിലിക്കോട് വേങ്ങാക്കോട്ട് മണിയാണിക്കഴകിയായും ചില തീയത്തറവാടുകളിൽ ധർമ്മദൈവമായും സ്വരൂപപ്പെട്ടു. അള്ളട സ്വരൂപത്തിൽ മുഖയർ ആദ്യം സ്ഥാനം പിടിക്കുന്നത് ചെറുവത്തൂരിലാണ്. മറ്റ് 2 ദേവിമാരുടെ ഇണക്കപിണക്കങ്ങൾക്ക് സാക്ഷിയാകാതെ സാത്വികിയായ പുന്നക്കാൽ ഭഗവതി കുളങ്ങാട്ടുമല ശാസ്താവിന്റെ വെള്ളി വിളക്ക് തൊഴുത് കിഴക്കുകണ്ട വമ്പൻ തമ്പുരാൻ വൈരജാതീശ്വരന്റെ പടിഞ്ഞാറേ ഗോപുരത്തിലെത്തി കൊടിയില വഴക്കം കൊതിച്ച് തപസ് ചെയ്തു. വ്യാഴവട്ടക്കാലം കഴിഞ്ഞപ്പോൾ ദേശവാസികൾക്ക് ആദിവ്യാധി ദുർലക്ഷണം അനുഭവപ്പെട്ടു. പ്രശ്നവിചാരത്തിൽ വടക്കുനിന്ന് വന്ന ദേവിയെ പ്രീതിപ്പെടുത്താൻ വൈരജാതൻ നിർബന്ധിതനായി. പൊതിപ്പാട് 8000 പടിഞ്ഞാറേപ്പാറ ചവിട്ടിച്ചേറാക്കി അന്തിക്ക് വിത്തിട്ട് ഉദയത്തിൽ കൊയ്ത് നെല്ലും വിത്തും തിരിച്ച് ദേവി അടയാളം കാട്ടി. വൈരജാതന്റെ കന്നിയിൽ കോളിക്കൽ മൊയോന്റെ പടിഞ്ഞാറ്റയിൽ ദേവിക്ക് സ്ഥാനം നൽകി. നിത്യനിദാനവും പാട്ടും പൂരവും നിറപുത്തരിയും കൽപ്പിക്കപ്പെട്ടു. ഒരു ദിവസം വാളി പിറ്റേ ദിവസം കൊയ്ത് കാണിക്കുകയും ചെയ്തു. അങ്ങനെ ശക്തി തെളിയിച്ച അമ്മയെ നമ്മുടെ വൈരജാതന്റെ പടിഞ്ഞാറെ കൊട്ടാരത്തിൽ വസിക്കാൻ അവസരം നൽകുകയും പിന്നെ ക്രമേണ അത് മണിയറ നായർ തറവാടിൻ്റെ അംഗമായി ഭാഗമായി മാറുകയും ആ ദേവിയെ പണ്ട് കൈപിടിച്ച് കൊണ്ടുവന്ന മുഖയന്മാരുടെ ധർമ്മദൈവമായി മാറുകയും പണ്ട് ഈ സമുദായത്തിൻ്റെ പണി മഞ്ചൽ ചുമക്കലും ദേശാധിപന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുക എന്ന പണിയെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ കാലക്രമേണ ആ പണി ഇല്ലാതായപ്പോൾ ജന്മി വംശം ഇല്ലാതായപ്പോൾ ഇവർക്ക് തൊഴിലില്ലാതായി. അങ്ങനെ തൊഴിലില്ലാതായപ്പോൾ നമ്മുടെ പടിഞ്ഞാറ് കടലിൽ ഇഷ്ടംപോലെ വറ്റാത്ത ആ നദിയുണ്ടെന്നും പറഞ്ഞ് പടിഞ്ഞാറോട്ട് മാറി. അങ്ങനെ നെല്ലിക്ക അകത്തട്ടിൽ ഈ ദേവി ഇന്ന് വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ്. നെല്ലിക്കൽ നക്ഷത്രത്തിൻ്റെ മൂലസ്ഥാനമായ ചെറുവത്തൂർ പുന്നക്കല്ലവതി ക്ഷേത്രം ഇന്ന് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രം ഹൈവേയിൽ പോവുകയാണ്. പിന്നീട് മുഗയ സമുദായം
തൊഴിൽപരമായി പടിഞ്ഞാറോട്ട് കുടിയേറിയതാവാം ഇരിഞ്ഞമണൽ കൊവ്വൽപ്പുറം ക്ഷേത്രപാലകന്റെ കാവോരത്ത് ഇന്ന് കാണുന്ന നെല്ലിക്കാലേക്ക് പുന്നക്കാൽ ദേവി പരിവാരസമേതം പുനഃസ്ഥാപിക്കപ്പെട്ടത്. നെല്ലിയോട്ടുമനയ്ക്കാണ് താന്ത്രികാവകാശം. ആയിട്ടിക്കാവിൽ നിന്ന് മൂത്തേടത്ത് പേക്കടത്തിയനാൽ അസുരാളൻ സമേതനായി കുറുവാപ്പള്ളിയറയിലേക്ക് ആയിറ്റി ഭഗവതി ആനയിക്കപ്പെട്ടു. വളയനാട്ട് പോകുന്നതിന് സ്വീകരിക്കാൻ പോകുമ്പോൾ ഉപചാരപൂർവ്വം ഇവിടെ വന്നിട്ട് നമ്മ ആദരപൂർവ്വം സ്വീകരിച്ച് വളയനാട്ട് പോകുന്ന കൂട്ടനായിട്ട് അടിയിലെക്കാട്ടിലേക്ക് പോകും. വിശ്വാസവും ജീവിതവും അനുഷ്ഠാന കൊണ്ട് സമ്പന്നമാണ്. രാവും 17-നാണ് ഇവിടുത്തെ ഉത്സവം തുടങ്ങുന്നത്. അന്നാണ് ദൈവത്തിനെ കെട്ടിയാടിക്കുന്നത്. വേറെ ആയിട്ട് സ്ഥലത്തും ഇസ്രായേൽ ദൈവത്തിന് കോലമില്ല. ഇതു മതിപോരെന്ന് കരുതിയ ഭഗവതി ദേശാധിപനായ ക്ഷേത്രപാലകനെ ധ്യാനിച്ച് ഉദിനൂർ കുലൂത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിങ്കൽ തപസ്സാരംഭിച്ചു. ലോകർക്കും നാൽക്കാലികൾക്കും കൂട്ടത്തോടെ കുരിപ്പ് വാരി വിതറിയും ക്ഷണനേരം കൊണ്ട് സൗഖ്യത്തെ നൽകി ഗുണം വരുത്തിയും ദേവി മഹിമ കാട്ടി. ഭഗവതി ആവശ്യപ്പെട്ടതിൻ പ്രകാരം പറ്റുവൻ പറമ്പനാദി നായർ നാലില്ലത്തിനു നടുവിൽ സ്ഥലം കാട്ടി പള്ളിയർ ഒരുക്കാനും പുതുക്കുളം മനയ്ക്ക് തന്ത്രീശത്വവും ഏൽപ്പിച്ച് വെള്ളിക്കടുത്തില കാട്ടി കൽപ്പിച്ചനുവദിച്ച് മലാമോയോൻ 44 ഇല്ലത്തിനും ആചാരത്തിനും അനുഷ്ഠാനത്തിനുമുള്ള അവകാശവും കൊടുത്തു മടിയൻ ക്ഷേത്രപാലകൻ. ഇത് 800 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ആദ്യം വന്ന ദേവത ആയിറ്റി ഭഗവതിയാണ്. പിന്നീട് ക്ഷേത്രപാലകൻ്റെ നിർദ്ദേശപ്രകാരം എടയിലക്കാട് കാട്ടിൽ വാസമുറപ്പിച്ചിരുന്ന വളയനാട്ട് ഭഗവതിയെ ചെന്ന് കാണണമെന്നും അതുപ്രകാരം വളയനാട്ട് ഭഗവതിയെ കൊയങ്കരയിലേക്ക് ആനയിക്കണമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിറ്റി ഭഗവതി അവിടുന്ന് വളയനാട്ട് ഭഗവതിയെ ആനയിച്ചുകൊണ്ട് കൊയങ്കരയിലെത്തുന്നത്. അവരുടെ ഉടമ്പടി പ്രകാരം പ്രഥമസ്ഥാനം പയ്യക്കൽ ഭഗവതിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ദേവത ശ്രീ പയ്യക്കാൽ ഭഗവതിയാണ്. നെടിയിരുപ്പ് സ്വരൂപത്തിങ്കൽ ക്ഷേത്രപാലകൻ തന്റെ സ്വരൂപനാഥയായ വളയനാട്ട് ഭഗവതി ഇടയിലക്കാട്ടിൽ വിളങ്ങുന്നുണ്ടെന്നും നിന്റെ പള്ളിയറയിൽ വമ്പും മുമ്പും നൽകി ആദരിക്കണമെന്നും കൽപ്പിച്ചതിൻ പ്രകാരം ആയിറ്റി ഭഗവതി പരിവാരങ്ങളോടെ ഇടയിലക്കാട്ടിൽ ചെന്നു. വെള്ളി വെളിച്ചം ചിന്നി വള്ളിക്കെട്ടിലാടുന്ന വളയനാട്ട് ഭഗവതിയെ സപരിവാരം എതിരേറ്റാനയിച്ച് ഈ പള്ളിയറയിൽ വാഴിച്ചു. പയ്യേ വന്ന അഥവാ പിന്നീട് വന്ന വളയനാട്ട് ഭഗവതി ഇവിടെ പയ്യക്കാൽ ഭഗവതിയായി വിളിപ്പേരണിഞ്ഞു. ക്ഷേത്രപാലകന്റെ മധ്യസ്ഥതയിൽ ആയിറ്റിപ്പോതി ഉച്ചൂളിക്കടവത്ത് ദേവിയുമായുണ്ടായിരുന്ന ചൊടിപ്പ് തീർത്ത് ചങ്ങാത്തം പുനഃസ്ഥാപിച്ച് ഒറ്റപീഠത്തിൽ 2 തിരുവായുധം എന്ന നിലയ്ക്ക് ഇവിടെ കുടികൊള്ളുന്നു. ഹിതത്തിന് മോയോനും മതത്തിന് തീയനും എന്ന കണ്ട് പയ്യക്കാലിലും കുറുവാപ്പള്ളിയറയിലും ആരാധന കയ്യേൽക്കുന്നു ആയിറ്റി ഭഗവതി. നീലേശ്വരം രാജമാതാവിന് കഠിനമായ വ്യാധി പിടിപെട്ട് വൈദ്യചികിത്സയൊന്നും വലിക്കാതെ വന്ന കാലത്ത് കാടങ്കോട് താനത്തെ ഉച്ചൂളിക്കടവത്ത് ദേവിയുടെ വെളിച്ചപ്പാട് കൊക്കോട്ടെ ഗുരുവിന് രാജാവ് കൽപ്പിച്ചനുവദിച്ച മേച്ചേരി ചാമുണ്ടിയും വിഷ്ണുമൂർത്തിയും വിളങ്ങുന്ന കൊക്കോട്ട് തറവാട്ടിൽ ഭജനമിരുന്നു. ഒരു ദർശന മുഹൂർത്തത്തിൽ കൊട്ടാരത്തിൽ പാഞ്ഞെത്തി രാജമാതാവിന്റെ ദേഹത്ത് കനകപ്പൊടി വാരിയെറിഞ്ഞ് വ്യാധിയെ ദൂരീകരിച്ചു. ഭയഭക്തിയോടെ രാജാവ് എന്താണ് പകരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ
പൊന്നല്ല പണമല്ല തളീലപ്പന്റെ കന്നിരാശിയിൽ കൊടിയിലക്കിടം വേണമെന്ന് ചൊന്നതിൻ പ്രകാരം ആര്യക്കര ഭഗവതിയും ആര്യഭൂതത്താനും വാണിരുന്ന കക്കാട്ട് പട്ടേരിക്ക് തന്ത്രീശത്വമുള്ള ഈ മതിലകത്ത് വലതുവശത്തായി ഉച്ചൂളിക്കടവത്ത് ഭഗവതിക്കും പരിവാരങ്ങൾക്കും മാടവും പീഠവും ശാശ്വതീകരിക്കപ്പെട്ടു. സാക്ഷാൽ ആര്യക്കര ഭഗവതി പണ്ട് ബ്രാഹ്മണന്മാരെ കൈവച്ചുണ്ടായിരുന്നതാണ്. അതിനുശേഷം മലാമേനി കിട്ടി മലാമേ പരിപാലിക്കുന്നു. ഇപ്പോൾ അതാണ് ആര്യക്കര. അസുരകർമ്മങ്ങൾ ഇല്ല. ഇപ്പോഴത്തെ ഗോവ ആസ്ഥാനമായിട്ട് ഗൗഡ സരസ്വത ബ്രാഹ്മണന്മാർ അവരെ അധീനതയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരെ ഇതിലുണ്ടായിരുന്ന ഒരു ദേവിയാണ് ഈ ആര്യക്കര ഭഗവതി എന്നാണ് ഇവിടെ വരുന്നത്. അവർ ഇവിടുന്ന് വിട്ടു പോകുമ്പോൾ ഒരു കുടുംബക്കാരെ അവർ ഈ താക്കോലും ഇതൊക്കെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് ഈ ഭഗവതി നമ്മളിവിടെ ഇങ്ങനെ കിട്ടിയതെന്നുള്ള ഒരു അറിവ് നമ്മൾക്കുണ്ട്. രോഗശാന്തി വരുത്തതിൻ്റെ പ്രതീകമായി ഈ 4-ാം പാട്ടായെന്ന് ഇവിടുന്ന് എഴുന്നള്ളത്തോടു കൂടി കൂലോത്ത് പോവുകയും അവിടെ മുഖം കാണിച്ച് തിരിച്ചു വരികയും അവിടെ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിക്കുകയും ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. രക്തബീജാസുര വധത്തിനായി അമ്മ മഹാമായ രക്തചാമുണ്ടിയായി കോട്ടപ്പുറത്തും പടുവളത്തും ചീമേനി മണിയാണിയുടെ ആതിഥ്യം സ്വീകരിച്ച് ഏരത്ത് മുണ്ടിയിലും കല്ലൂർ മുണ്ടിയിലും ഒളവറ മുണ്ടിയിലും വിളങ്ങിയ ശേഷം കൊടകിൽ കണ്ട ആലന്തട്ട മണിയാണിയുടെ മേച്ചേരി പടിഞ്ഞാറ്റിയിൽ നിലയുറപ്പിച്ച് മേച്ചേരി ചാമുണ്ടി എന്ന നാമം സ്വീകരിച്ചു. ചെറുവത്തൂരിൽ പുന്നക്കാൽ അമ്മയെ കണ്ട് വന്ദിച്ച് അധിഷ്ഠാനമുറപ്പിച്ചതിന് പ്രകാരം മുഖേത്താനങ്ങളിൽ കുടികൊണ്ട് ഗുണം വരുത്തുന്നു മേച്ചേരി ചാമുണ്ടിയമ്മ. ആറുകടലോ ദൈവമേ മറുകടലോ ശങ്കരൻ പാൽക്കടലിൻ ബലഭാഗമോ വെള്ളിമാൻ കല്ലെന്ന് തോന്നിയവിട വെള്ളിമാൻ കല്ലിന്റെ ബലഭാഗമോ അല്പസമാ ചതുരക്കുളത്ത് പൊന്നുപടുത്തവള് തൂവക്കാളി. പ്രാചീനമായ ഒരു ഗ്രാമദേവത. ചൊറിച്ചിൽ, ചൊറിഞ്ഞുപൊങ്ങൽ തുടങ്ങിയ ദീനങ്ങൾക്ക് ശമനമുണ്ടാക്കുന്നതിന് തൂവക്കാളിക്ക് കരിക്കിൻ കുല നേരുന്നു. ഓട്ടുരുളിയിൽ പച്ചരി പാലിലിട്ട് തിളപ്പിച്ച് ഇരു കയ്യാലെ വാരി വിതറി തൂവക്കാളി ശക്തി കാട്ടുന്നു. അറബിക്കര അനന്തക്കര വഴിയുള്ള ഭഗവതിമാരുടെ യാത്രയ്ക്കിടയിൽ പാൽക്കടലിൽ താമരവള്ളിയിൽ കുരുങ്ങി മരക്കലം നിലച്ചുപോകുന്നു. വൈകുണ്ഠനാഥനും വൈഷ്ണവിയും രക്ഷയ്ക്കെത്തിയപ്പോൾ ചെന്നുകയറുന്നിടത്ത് കൊടിയില വഴക്കം തന്നോളാമെന്ന് വണക്കം ചൊന്നപ്പോൾ ആഗ്രഹിക്കുമ്പോൾ സാന്നിധ്യപ്പെടാമെന്ന് വിഷ്ണു പ്രതിവചിച്ചു. മുഖേതാനങ്ങളിലെ വിഷ്ണുമൂർത്തി സാന്നിധ്യത്തിൻ്റെ പൊരുളിതാണ്. കൊട്ലങ്ങാട്ട് പത്തില്ലേ എന്ന മൊഴിപ്രകാരം പത്തില്ലം മൊയോർ കൊട്ലങ്ങാട്ട് വസിച്ചു പോരുന്ന കാലത്ത് കാടങ്കോട് താനത്തേക്ക് ഉത്സവം കാണാൻ പോയി. അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ലെന്ന് കണ്ട് ഇരിക്കാനായി പന്തലിൽ നിന്ന് ഓല വലിച്ചെടുത്തതിൽ ആക്ഷേപമുണ്ടായി. ഒരോലയ്ക്ക് അത്രയ്ക്ക് മഹത്വമെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞ് ഉത്സവം കൂടാൻ പോയവർ ഓലയുമായി 2 കടവും കടന്നുവന്ന് പടന്നക്കാട്ടെ ആൽമരച്ചോട്ടിൽ വിശ്രമിച്ചു. കണ്ണമ്പാത്തിത്തീയന്റെ വലിയ വീട്ടിൽ നിന്ന് ദാഹശമനം വരുത്തി. അന്ന് മാണിക്യമംഗലത്ത് എന്ന് വിളിക്കപ്പെട്ടിരുന്ന പടിഞ്ഞാറെ കൊളവയലിൽ ആക്കോട്ടുമയോന്റെ കൈവശഭൂമിയിൽ ഓല കൊണ്ടിട്ടു. 10 വീട്ടുകാരും ചേർന്ന് മടിയൻ ക്ഷേത്രപാലകനോട് സംഭവമുണർത്തിച്ചു. ദേശാധിപനായ ക്ഷേത്രപാലകൻ ഓല ആധാരമാക്കി ഭഗവതിക്ക് പള്ളിയറയൊരുക്കാനും ബാരിക്കാട്ടില്ലത്തിന് തന്ത്രീശത്വമേൽപ്പിച്ച് കൽപ്പിച്ചനുവദിച്ചു. കാലപ്രയാണത്തിനിടയിൽ മാണിക്കോത്ത് ഇന്നു കാണുന്ന പുണ്യഭൂമികയിലേക്ക് പുന്നക്കാൽ ഭഗവതി സപരിവാരം പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. ഇതിൻ്റെ മൂലസ്ഥാനം ഈ റെയിലിന് പടിഞ്ഞാറ് വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്.
ഇപ്പോൾ ഇവിടെ കാണുന്ന ക്ഷേത്രത്തിന് ഏകദേശം ഒരു 300 വർഷത്തിൻ്റെ പഴക്കം കാണും എന്നാണ് ഞങ്ങൾക്ക് അറിവുള്ളത്. 1925 തോന്നുന്നു ആദ്യത്തെ പുനഃപ്രതിഷ്ഠ കർമ്മം നടന്നത്. വൃശ്ചിക മാസം 1 മുതൽ 6 വരെ പാട്ട് മഹോത്സവവും, മീനമാസത്തിലെ പൂരോത്സവവും, അതുപോലെ തന്നെ 10-ാം ഉദയം, എറ, പുത്തരി, സംക്രമാദി കർമ്മങ്ങളൊക്കെ ഈ ഉത്സവത്തിൽ പതിവായി നടക്കുന്നു. കഴിഞ്ഞ 150 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ട മഹോത്സവം ഈ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. ഇന്നുള്ള ദർശനക്കാരിൽ അസ്ത്രാളൻ തമ്പാച്ചി എന്ന് ആദരവിളിയുള്ള മാണിക്കോത്ത് അമ്പാടി വെളിച്ചപ്പാടിന് 90 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. മാണിക്കോത്ത് നിന്ന് ഒരു പാതിരാവിൽ വിറച്ചട്ടഹസിച്ച് 2 പുഴയും തോടും കടന്നു ചെന്ന് ഒരു പൂരം നാളിൽ തൃക്കരിപ്പൂർ കൊയോങ്കരത്താനത്ത് വെട്ടിവിറച്ച് ദർശനപ്പെട്ട് വയലിൽ ചളിയിൽ പുതഞ്ഞ് ബോധരഹിതനായി. 7 വർഷം തുടർച്ചയായി ദർശനപ്പെട്ടതിനൊടുവിൽ ഇടയിലക്കാട്ടിൽ വെച്ച് ഇനിയും ആചാരപ്പെടുത്തിയില്ലെങ്കിൽ പുഴയിലോ കടലിലോ ഈ ശരീരം നശിപ്പിക്കുമെന്ന് വെളിച്ചപ്പെട്ടുരിയാടി. അങ്ങനെ ഗുണം പറയണം. ആ പൊന്നും ആൾക്ക് 4 ഞങ്ങൾ കോയിമ്പത്താണ് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ 40 കൊല്ലം വെളിച്ചപ്പാടില്ലാതിരുന്ന അസുരാളം തെയ്യത്തിന്റെ വെളിച്ചപ്പാടച്ചനായി ആചാരപ്പെട്ടു. മുഖയ സമുദായത്തിലെ 14-11 സ്ഥാനങ്ങളിൽ ചന്ദ്രഗിരിക്ക് തെക്കുള്ള 4 സ്ഥാനങ്ങളിലാണ് പൂരവും പൂരക്കളിയും നടന്നു വരാറ്. ഈ 4 സ്ഥാനങ്ങളിലും പൂരക്കളി പണിക്കന്മാരും പ്രസിദ്ധമായ പൂരക്കളി കലാകാരന്മാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ സർക്കാരിൻ്റെതായിട്ടുള്ള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡും മറ്റ് അനുമോദനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. മൂവാളംകുഴി ചാമുണ്ടിയുടെ അപരനാമമാണ് കല്ലങ്കര ചാമുണ്ടി. കീഴൂർ യുദ്ധഭൂമിയിൽ വെച്ച് മറുകണ്ഠം ചാടിച്ചതിച്ച വേട്ടയ്ക്കൊരു മകനെ പിന്തുടർന്ന് മടിയൻകൂലോത്ത് പാഞ്ഞെത്തിയ ചാമുണ്ടിയെ ക്ഷേത്രപാലകൻ പടിഞ്ഞാറേ ഗോപുരത്തിൽ സ്ഥാനവും ദീപവും നൽകി അനുനയിപ്പിച്ചു. ഇത് പോരെന്നു പറഞ്ഞ ചാമുണ്ടിക്ക് പുറവങ്കരയിലും മണിയാണിത്തറവാട്ടിലും ചൂളിയാർ താനത്തും പീഠം നൽകി ആദരിച്ചു. മാണിക്കോത്ത് നിന്ന് കല്ലഞ്ചിറ പ്രദേശത്തേക്ക് ചാണകവരടി പെറുക്കാൻ പോയ ഒരമ്മയ്ക്ക് കിട്ടിയ ചെമ്പുകുടം തന്റെ പടിഞ്ഞാറ്റയിൽ വെച്ചു. സന്ധ്യയ്ക്ക് കുടം തനിയെ തുള്ളാൻ തുടങ്ങിയത് കണ്ട അമ്പരന്ന് പ്രശ്നം വെപ്പിച്ചപ്പോൾ അത് ജപിച്ചടക്കപ്പെട്ട ചാമുണ്ടിയാണെന്ന് വെളിപ്പെട്ടതോടെ കല്ലങ്കരയിൽ കിട്ടിയ ചാമുണ്ടിയെ കല്ലങ്കര ചാമുണ്ടി എന്ന് വിളിച്ച് സ്ഥാനം നൽകി ആരാധിച്ചു വരുന്നു. ചാമുണ്ടിയെ മൂവാൾക്കുഴിയിൽ ചെമ്പുകുടുക്കയിൽ ജപിച്ചടക്കിയ സ്ഥലം. 3.25 നാഴിക നേരം കൊണ്ട് ചെമ്പുകുടുക്ക ഭേദിച്ചു. ജപിച്ചടക്കിയ തന്ത്രി പ്രാണരക്ഷാർത്ഥം തൃക്കണ്യാലപ്പനെ അഭയം പ്രാപിച്ചു. തൃക്കണ്യാലപ്പൻ മൂവാളംകുഴി ചാമുണ്ടിക്ക് സ്ഥാനം നൽകി ആരാധ്യ ദേവതയാക്കി. ചന്ദ്രഗിരിക്ക് തെക്ക് 4 താനങ്ങളിൽ നിലയുറപ്പിച്ച ശേഷം കീഴൂർ ശാസ്താവിനെ വണങ്ങി കിഴക്ക് അടൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തി ഭഗവതിമാർ
വരവറിയിച്ചു. 4 ഉഭയ സമുദായത്തിൻ്റെ ക്ഷേത്രങ്ങൾ നിലയുറപ്പിച്ചതിന് ശേഷം, അടക്കം ചെയ്തതിന് ശേഷം കീഴൂർ ശാസ്താവിൻ്റെ അടുത്ത് ചെന്നു. അങ്ങനെ ശാസ്താവിൻ്റെ അടുത്ത് ചെല്ലുന്ന നേരം നമ്മുടെ ഇന്ന് കാസർഗോഡ് കാണുന്ന ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന കുടുംബാംഗങ്ങളിൽ ഒരു കുടുംബാംഗമായ ശ്രീ കണ്ണീരത്ത് തറവാട്ടുകാർ അന്ന് അവിടെ ശാസ്താവിന് ചന്ദനം അരച്ച് തേച്ച് കൊടുക്കുന്ന ജോലിയിലാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് മത്സ്യബന്ധനത്തിന് പോയി മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ചില ചൂളികളിങ്ങനെ ശരീരഭാഗത്ത് കാണുകയും അത് കണ്ടതിന് ശേഷം അവിടെയുള്ള ബ്രാഹ്മിൺസ് അവരെ ആട്ടി പുറത്ത് പോകാൻ പറയുകയും ചെയ്തു. അങ്ങനെയാണ് ആ കണ്ണീരത്ത് തറവാടുകാർ അവിടെ സ്ഥാനഭ്രഷ്ടരായിട്ട് കാസർഗോഡ് എത്തിപ്പെടുന്നത്. അങ്ങനെ ഭഗവതിമാർ മൂവരും ചന്ദ്രഗിരിപ്പുഴയുടെ മറുകരയിൽ കൂടി കിഴക്ക് ദിക്കിലേക്ക് യാത്ര പുറപ്പെട്ടു. മഹാദേവൻ യോഗനിദ്രയിലായിരുന്നു. കാവൽക്കാരിയായ ചാമുണ്ടിയോട് ഇവിടെ നിലയുറപ്പിക്കാൻ എത്തിയതാണെന്നറിയിച്ചെങ്കിലും ചാമുണ്ടി മുഖവിലക്കെടുത്തില്ല. അവഗണനയിൽ കോപിച്ച ഭഗവതിമാർ ചാമുണ്ടിയുമായി യുദ്ധത്തിലേർപ്പെട്ടു. അത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുത്താനാകില്ലെന്ന് കണ്ട് ഭഗവതി മൂവരും ഏകസ്വരൂപം കൊണ്ട് ചാമുണ്ടിയെ വയലിലെ പന്നിക്കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് പടിപ്പുര കടന്ന് ശ്രീകോവിലിന് മുന്നിലെത്തി വിളിച്ചിട്ടും മഹാദേവൻ മിഴി തുറന്നില്ല. കൂടെയുള്ള വീരന്മാരോട് ശ്രീകോവിലിന് നേർക്ക് അമ്പ് തൊടുക്കാൻ ആജ്ഞ നൽകി. അസ്ത്രത്തിന്റെ ശീൽക്കാരം കേട്ട് മഹാദേവൻ ഉണർന്നു. ഭഗവതിമാരുടെ ആവശ്യം കേട്ട് മല്ലാപുരത്ത് ദേവനെ ചെന്ന് കാണാൻ അടൂർ മഹാദേവൻ ഉപദേശിച്ചു. മല്ലാപുരത്തേക്കുള്ള വഴിമധ്യേ കുണ്ടാർ മഹാവിഷ്ണുവിന്റെ തന്ത്രിമനയിൽ നിന്ന് ദാഹം തീർത്തു. അടൂർ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിനും കവടിങ്കാന രക്തേശ്വരി അമ്മയ്ക്കും കുണ്ടാറ് താന്ത്രിക കുടുംബത്തിനുള്ളതായ ആ പൗർവികമായ ബന്ധം, അതുപോലെ തന്നെ അടൂർ ദേവൻ്റെ അടുത്ത് വന്ന് പിന്നീട് കുണ്ടാറ് താന്ത്രിക സന്നിധിയിൽ വന്നതായ ആദൂരെ ഭഗവതി ക്ഷേത്രത്തിനും ഭഗവതി സാന്നിധ്യത്തിനും വളരെയേറെ ബന്ധമുണ്ട്. അടൂർ ക്ഷേത്രത്തിൽ നിന്ന് വന്ന ആ ദൈവിക ശക്തികൾ ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് തന്ത്രികളെ കയ്യിൽ നിന്ന് ഇടനീർ കുടിച്ച ശേഷം ഇവിടെ നിർദ്ദേശിച്ചു, ഇനി മുമ്പോട്ട് ഞങ്ങളെ താന്ത്രികമായ കർമ്മങ്ങളെല്ലാം താങ്കൾ തന്നെ ചെയ്തുകൊണ്ട് വരണം. തങ്ങൾക്കും തന്ത്രിയായിരിക്കുക എന്ന് അവകാശം അരുൾ ചെയ്തു. മല്ലാപുരത്തെത്തിയ ഭഗവതിമാരോട് തന്റെ കന്നിക്കോണിൽ വല്ലാൾ രാജാവിന്റെ അധീനതയിൽ ഒരു തടാകമുള്ളത് നികത്തി ആരൂഢം പണിയാൻ ഈശ്വരൻ അനുവാദം നൽകി. വല്ലാൾ രാജാവിനെ കാണാൻ പോകും വഴി രാജാവിന്റെ പല്ലക്ക് ചുമക്കുന്ന മുഖയബോവികളെ കണ്ടു. അവരിൽ ഒരാളിൽ ആവേശിച്ച് ദേവി വല്ലാൾ രാജകൊട്ടാരത്തിലെത്തി അടൂർ ദേവന്റെയും മല്ലാപുരം ദേവന്റെയും ഇച്ഛയും തുണയും അറിയിച്ച് ആരൂഢത്തിന് സ്ഥലം ആവശ്യപ്പെട്ടു. മുഖയരെ പിടിച്ചുകെട്ടാനാണ് രാജാവ് ഉത്തരവിട്ടത്. രാജാവിന്റെ പ്രവൃത്തിക്ക് ഉദയത്തിനു മുമ്പ് ലക്ഷണം കാട്ടാമെന്ന് അരിശം മൊഴിഞ്ഞു. രാജാവിന്റെ മകൾക്ക് വസൂരി വന്നുപെട്ടതും ആലയിലെ നാൽക്കാലുകൾക്കത്രയും ദീനം വന്നുപെട്ടതും കണ്ട് പരിഭ്രാന്തനായ രാജാവ് കെട്ടിയിട്ട മുഖയരെ സ്വതന്ത്രരാക്കാൻ കൽപ്പിച്ച് അപരാധം പൊറുക്കാൻ ഭഗവതിമാരോട് അപേക്ഷിച്ചു. തന്നെ ചുമക്കുന്ന പല്ലക്കിൽ 5 കഷണം കല്ലും 5 പ്ലാക്കഷണങ്ങളുമേറ്റി മല്ലാപുരത്തീശന്റെ കന്നിയിലെ തടാകത്തിൽ നിക്ഷേപിക്കാനാണ് ഭഗവതിമാർ ആവശ്യപ്പെട്ടത്. ഭഗവതിമാരോടുള്ള വിധേയത്വം വ്യക്തമാക്കും വിധത്തിൽ കല്ലും മരവും പല്ലക്കിലേറ്റി വാദ്യഘോഷങ്ങളോടെ രാജാവ് തടാകത്തിൽ നിക്ഷേപിച്ചു.
പിറ്റേന്ന് സൂര്യോദയത്തിൽ രാജാവ് കണ്ടത് തടാകം നികന്ന സമതലത്ത് നരിയും പശുവും അഭിമുഖം കിടന്ന് വിശ്രമിക്കുന്ന കാഴ്ചയാണ്. ഭഗവതിമാർ ചെല്ലുമ്പോൾ അംശാധികാരി കുണ്ടാർ ചാമുണ്ടി പൊൻവള്ളിയൂഞ്ഞാലിൽ ഇരുന്നാടുന്നു. ചാമുണ്ടി ഭഗവതിമാരെ ബഹുമാനിച്ചെങ്കിലും അവരെ ഒന്ന് പരീക്ഷിക്കാനായി മണ്ണുകുഴച്ച് ഒരു ചങ്ങല തീർത്ത് അത് ഭംഗം കൂടാതെ ഉയർത്തിക്കാട്ടാൻ ആവശ്യപ്പെട്ടു. ഒരു മന്ദസ്മിതത്തോടെ ഭഗവതിമാർ ചങ്ങലയെടുത്ത് വീശിക്കാട്ടി. കുണ്ടാർ ചാമുണ്ടി മൂവരെയും ഊഞ്ഞാലിരുത്തി ഇവിടെ ഭേദമില്ലാതെ നിങ്ങൾ മൂവർക്കും ഒറ്റപ്പീഠം എന്നറിയിച്ചു. പിന്നിൽ ചാമുണ്ടിയും ഉണ്ടാവുമെന്ന് ഭഗവതിമാരും പ്രതിവചിച്ചു. വിട്ലയിൽ നിന്ന് ഉത്സവം കാണാനെത്തിയവരുടെ ഓലക്കുട ആധാരമായി ഭഗവതീ ചൈതന്യം ആദൂരിൽ നിന്ന് വിട്ലയിലെത്തി. അരസുവിനോട് കൊടിയിലെ വഴക്കം ചോദിച്ചു. പ്രദേശത്ത് കൃഷിനാശം വരുത്തുന്ന പന്നിയെ ഇല്ലായ്മ ചെയ്യാൻ അരസു അപേക്ഷിച്ചു. ചൊവ്വാദേവി ആയിറ്റി ഭഗവതി നിർദ്ദേശിച്ചതനുസരിച്ച് മാർണമിക്കുന്നിൽ വീരന്മാർ പന്നിക്ക് ബാണം തൊടുത്തു. പന്നി ഭഗവതിയുടെ മടിയിൽ വന്നു വീണു. ഞാൻ അണ്ണപ്പ പഞ്ചുരുളിയാണെന്നും ആരാധനയ്ക്ക് പാത്രീഭവിക്കാൻ പന്നിരൂപം കൈക്കൊണ്ടതാണെന്നും വെളിപ്പെടുത്തി. ആദൂരിൽ എന്ന പോലെ ഇവിടെയും ഭഗവതിമാർക്ക് ഒറ്റ പള്ളിയറയാണ്. കുംട്ടിക്കുട്ടാൾ മനത്തന്ത്രിയാൽ താന്ത്രികത നിർവഹിപ്പിച്ച് അനുഷ്ഠാന ആരാധന അരസു സംവിധാനപ്പെടുത്തി. പൂജാകാര്യങ്ങൾ നിർവഹിക്കുന്നത് ബ്രാഹ്മണരാണ്. ആദൂർ ബന്ധങ്ങനത്തെ ഭഗവതി ഇവിടെ നിലനിന്നിട്ട് ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഞ്ചുരുളി വന്നിട്ടുണ്ട്. അതിലേക്ക് നല്ല ബേര കൊടുത്തിട്ടുണ്ട്, അണ്ണപ്പ പഞ്ചുരുളി. അതിവിടെ ചിങ്ങമാസത്തിൻ്റെ ഒരു മാസത്തിൻ്റെ പൂജയും പിന്നെ സംക്രമണ 12 പൂജയും നടക്കുന്നു. നാട്ടുകാരെല്ലാം കൂടുന്നു. ഞങ്ങളുടെ 2-3 വീടുള്ളൂ. മഹാവിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാരത്തെ വിഷ്ണുമൂർത്തി തെയ്യമായി ആരാധിക്കപ്പെടും പോലെ 3ാം അവതാരമായ വരാഹത്തെ തുളുനാടിൻ്റെ മധ്യവടക്കൻ മേഖലകളിൽ പഞ്ചുരുളിത്തെയ്യമായി ആരാധിച്ചു വരുന്നു. തിരുപ്പതി വെങ്കട്ടരമണദേവന്റെ നിർദ്ദേശാനുസരണമാണ് ഈ തെയ്യം സ്വരൂപം കൊള്ളുന്നത്. പുറന്തയിർദറിൽ പുറന്ത ബാളോളിയുടെ ഭാര്യ കുളത്തിലെ കല്ലിലാണ് ഈ തെയ്യത്തെ ആദ്യം കാണുന്നത്. വിട്ലയിൽ നിന്ന് ബംഗാര അരസുവിന്റെ സമ്മതപ്രകാരവും വാമഞ്ചൂർ ശാസ്താവേശ്വരന്റെ വഴക്കം കേട്ട പ്രകാരവും ശാസ്താവേശ്വരന്റെ വലതുഭാഗത്ത് ഭഗവതിമാർ ബഡാജെ തന്ത്രീശനാൽ ആരൂഢസ്ഥരായി. അതിപുരാതന കാലത്ത് വാമഞ്ചൂർ എന്ന സ്ഥലത്ത് ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ 1964 ഈ ക്ഷേത്രം ഇങ്ങോട്ട് ഐല ഗ്രാമത്തിലേക്ക് പ്രയാണം ചെയ്തിട്ട് ഇപ്പോൾ 58 കൊല്ലമായി ഇവിടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഈ മധ്യത്തിലുള്ള ക്ഷേത്രം ഉച്ചുഴുക്കടത്ത് ഭഗവതി, പഞ്ചുരുളി ദൈവങ്ങൾ അതിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇടഭാഗത്തുള്ള ക്ഷേത്രത്തിൽ പുന്നക്കാൽ ഭഗവതി, ആയിറ്റ് ഭഗവതി, കല്ലങ്കര ചാമുണ്ടി, മേച്ചേരി ചാമുണ്ടി എന്ന ദൈവങ്ങളും ഇതിൽ കുടികൊള്ളുന്നു. വലതുഭാഗത്ത് വീരന്മാർ ദൈവങ്ങളുടെ ക്ഷേത്രമാണ്. അതിനപ്പുറം കന്നിമൂലയ്ക്ക് വിഷ്ണുവിൻ്റെ ക്ഷേത്രം. ഇടതുഭാഗത്ത് അങ്ങേയറ്റത്ത് ഗുളികൻ, 2 ഗുളികൻ്റെ ക്ഷേത്രമാണ്. ഈ ഓമഞ്ചൂർക്കാവുന്ന ഈ ഭഗവതി ക്ഷേത്രത്തിൽ ഞങ്ങളുടെ 3 നാട്ടിലെ സഭ, കൊട്ടിലുംകാട്ടിലെ 3 നാട്ടിലെ സഭ ആണ് ഈ ക്ഷേത്രം നടത്തിക്കൊണ്ട് വരാറുള്ളത്. ഞാനിപ്പോൾ കാറിലെ കുത്യമ്മ ഭഗവതി ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമുദായത്തിൽ നേരിടുന്നതായ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം വേണം എന്നുള്ളതായ ഒരു ചിന്താഗതി നമ്മളെ സമുദായത്തിൻ്റെ ഇടയിൽ ഉണ്ടാവുകയും മോരാസ്ഥാനത്ത് വെച്ചിട്ട് നടന്ന ഏതോ ഒരു യോഗത്തിൽ നമുക്ക് സമുദായ ഒരു സംഘടന
ആവശ്യമുണ്ട് എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി കൊയങ്കര സ്ഥാനത്ത് വെച്ച് നടന്ന ഒരു യോഗത്തിൽ ഒരു സമുദായ സംഘടന രൂപീകരിക്കുകയും മുഗയാ ബോവി സമുദായ സഭ എന്നുള്ളതായ ഒരു നാമത്തോടു കൂടി ഒരു സംഘടന രൂപീകരിക്കുകയും അതിൻ്റെ ഭാരവാഹികളെ അന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിൽ കാടങ്കോട്ട് വെങ്ങാട്ട് കുഞ്ഞിരാമൻ എന്നുള്ള ആൾ അതിൻ്റെ അധ്യക്ഷനും ഞാൻ അതിൻ്റെ വൈസ് പ്രസിഡൻറ്റും അങ്ങനെയുള്ളതായ ഒരു കമ്മിറ്റി നിലവിൽ വരികയും ആ കമ്മിറ്റി ഇതുവരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് പിന്നെ വെങ്ങാട്ട് കുഞ്ഞിരാമൻ പിരിഞ്ഞെന്ന് പിന്നെ ഒരു 5 കൊല്ലം അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുകയും ഇപ്പോൾ ആനന്ദ കൊട്ലു എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഓമഞ്ചൂർ സ്ഥാനത്തിൻ്റെ ആളാണ്. ആരിക്കാടി അഴിമുഖം കുതിരക്കല്ല ആധാരമായി ഭഗവതിമാർ കാർലെ തായൽ വീട് പെരിമൊകറുമന ചുമരുതുളച്ചകത്തു കയറി. ധൂമാവതിയെ കണ്ട് വന്ദിച്ച ശേഷം മീത്തലെ കന്നിരാശിയിൽ കുഞ്ഞിക്കുന്നിൽ 5 തിരി ദീപത്തിനും 5 കൊടിയിലക്കും വഴക്കം കൊണ്ട് നിലയുറപ്പിച്ചു. കിഴക്ക് മുഖമായി പണിത പുല്ലുമേഞ്ഞ പള്ളിയറകൾ ഒരു ഉദയത്തിൽ പടിഞ്ഞാറ് മുഖമായി തിരിഞ്ഞു കണ്ടു എന്ന് പരമ്പര കേട്ടുകേൾവി. തായത്തറവാട്ടിലെ ധൂമാവതിക്ക് അഭിമുഖമാകാനോ കാശി രാമേശ്വരം പോയി വരുന്ന തീർത്ഥാടകരെ കാണാനോ എന്ന ഭഗവതി നിശ്ചയം അഭ്യൂഹമാണ്. ക്ഷേത്രം പണിഞ്ഞത് കിഴക്ക് ഭാഗം മുഖമായിട്ടാണ് 2 ക്ഷേത്രം പണിയുന്നത്. മാതാക്കന്മാർക്കൊരു ക്ഷേത്രവും വീരന്മാർക്കുള്ള ഒരു മാടവുമായിട്ട് പണിഞ്ഞു. അപ്പോൾ പണ്ടുകാലത്ത് പോലെയുള്ള ക്ഷേത്രമായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ബ്രഹ്മകലശത്തിനായിട്ട് ദേവിമാരെ കുടിയിരുത്താൻ അന്ന് വന്നപ്പോൾ 2 ക്ഷേത്രവും പടിഞ്ഞാറ് ഭാഗത്തേക്കായി തിരിഞ്ഞു കണ്ടു എന്നുള്ളതാണ് നമ്മുടെ ഇരിയാക്കന്മാരും നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. കാർലെ കുത്തിയമോ ക്ഷേത്രത്തിൻ്റെ മുഖം പടിഞ്ഞാറുക്കാണ്. ബാക്കിയുള്ള 11 അമ്പലങ്ങളിലും മുഖം കിഴക്കോട്ടാണ് മുഖം ഉള്ളത്. അപ്പോൾ ഈ കാർലേശ്വരി കുത്തിയമോ ക്ഷേത്രത്തിൻ്റെ മുഖം തിരിയാൻ കാരണം 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, കാശിന്ന് രാമേശ്വരം പോകുന്നതിൻ്റെ പോക്കും വരുത്തും കാണാൻ വേണ്ടി രാത്രി പകലെന്ന മുമ്പ് മുഖം തിരിഞ്ഞെന്ന് പറയുന്ന ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ താൽ തറവാടിൻ്റെ ധൂമാവതിയെ മുഖത്തോട് മുഖം കാണാൻ വേണ്ടി രാത്രിക്ക് രാത്രി മുഖം തിരിഞ്ഞ് എന്ന് പറയുന്ന ഒരു ഐതിഹ്യവും പറയുന്നുണ്ട്. കക്കുളത്തില്ലത്തിന് തന്ത്രി അവകാശം. അപ്പോൾ ഇത് ബാലകൃഷ്ണ പിടിച്ചപ്പാടിൻ്റെ തറവാടാണ്. അതിൻ്റെ ഇത് ഇരിക്കുന്ന അയാളുടെ ഭാര്യ അപ്പത്തെ ഭാര്യൻ്റെ അനിയത്തിയാണ്. ഞാൻ അയാളുടെ ഒരു ബന്ധുവാണ്. അപ്പോൾ കാർലെ ഭഗവതി സ്ഥാനത്തിൽ 1958 അയാളുടെ ദർശനം വന്നത്. അങ്ങനെ 59 വയസ്സിൽ അയാളുടെ വെളിച്ചപ്പാട് സ്ഥിരപ്പെടുത്തി. തൻ്റെ ഉത്തമമായ ആത്മീയ കാലയളവിൽ 11 താനങ്ങളിലും അദ്ദേഹം ദർശനപ്പെട്ടിരുന്നു. അപ്പോൾ 11ാമത്തെ വയസ്സിലാണ് അയാളുടെ ദർശനം വരുന്നത്. അയാൾ ചെറിയ ആളായതുകൊണ്ട് ആയുധങ്ങളെല്ലാം ചെറുതാക്കേണ്ടി വന്നു. ചിലത് ഈ ഒടിയണ, തിരുവായുധം, ആയുധം, പിന്നെ ബില്ല്, ഇതെല്ലാം ചെറുതാക്കേണ്ടി വന്നു. പിന്നെ പവർഫുൾ ആചാരം വിളാഴ്ച അത്ര ആകാരമുള്ള അത്ര നല്ലൊരു ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്ര നല്ല ഒരു ആചാരക്കാരൻ ആയതില്ല. എല്ലാവരുടെയും ഭയഭക്തി സ്നേഹത്തിന് പാത്രമായിരുന്നു അദ്ദേഹം. ഞാൻ അയാള് ഭാര്യയാണ്. അയാൾ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലം മാത്രം ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അയാൾക്ക് 2 പെണ്ണുമക്കളും അവർ കല്യാണമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ലതിൽ. അയാൾ കുറച്ച് സമയം ഒരു 5 കൊല്ലം മാത്രം എൻ്റെ കഥ കൂടി കഴിഞ്ഞിന്. എല്ലാവരും പറയുന്നത് നല്ല ഒരു താന്ത് പോയിട്ട് നല്ല ഒരു വിഷ്ണുമൂർത്തിൻ്റെ വെളിച്ചപ്പാടാണ് അയാൾ. 1989
39-ാം വയസ്സിൽ പുഴയിൽ ജീവൻ പൊലിഞ്ഞ് ദിവംഗതനായ ചെറിയ വെളിച്ചപ്പാടൻ വൈകുണ്ഠത്തിൽ തന്നെ ലയിച്ചതാകാമെന്ന് പറയുകയാണ് ആ ദർശന സുഹൃതം അറിഞ്ഞവർ. 25 കൊല്ലം അയാൾ ആചാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. 39 ആണ്ടിൽ അയാൾ ചെറിയ പയൽ മരണപ്പെട്ടു പോയി. അയാളെ കൃഷ്ണ വെളിച്ചപ്പാട്, ചെറിയ വെളിച്ചപ്പാടെന്നും അയാളെ വിളിച്ചുകൊണ്ടുണ്ടായിരുന്നു എല്ലാം. ധൂമാവതിയും കൊറത്തിയമ്മയും വെങ്കിട്ടരമണ സ്വാമിയും സാന്നിധ്യപ്പെട്ട തറവാട്. കുക്കോട്ടുമായ കുടുംബത്തിൻ്റെ തറവാടാണിത്. കുക്കോട്ടുമായ സ്ത്രീയും ഇവിടേക്ക് കല്യാണം കഴിച്ചു വന്ന വെങ്ങോട്ടുമായി സ്ത്രീയുമായിട്ട് കാർലെ കുത്തുഭഗവതി ക്ഷേത്രത്തിലേക്ക് ഉത്സവം കാണാൻ പോയപ്പോൾ അവിടെ അവർക്ക് വേണ്ടത്ര ഗവനിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമത്തോടെ അവർ തിരിച്ച് തറവാട്ടിലേക്ക് പോരുന്ന സമയത്ത് അവരുടെ വിഷമാഗ്നി തമ്പുരാട്ടി ഉൾക്കൊണ്ട് അവരെ പിടിച്ച ഓലക്കൊടയിലോടുകൂടി തമ്പുരാട്ടി ഈ തറവാട്ടിലേക്ക് വന്നു. 14 മായം ഇങ്ങോട്ടേക്ക് വന്നു എന്നാണ് ഐതിഹ്യം. കാലം കുറച്ചു കഴിഞ്ഞ ശേഷം മായമാർ മോരാൽ ആര്യക്കര ഭഗവതിയുമായി കൂടിക്കണ്ട് നാങ്കൂരിലേക്ക് പ്രയാണം ചെയ്തു. നാങ്കൂർ മഹാദേവന്റെ അമരഭൂമിക്കും നാടുവാഴിയായിരുന്ന ഉച്ചിലമ്പാടി വാണവരുടെ പെരിയകുത്തുമന, പെരിയകുത്തുമനയുടെ താവഴിയായ കണ്ണൂർ പേരോൽ ഗുത്തുമന, പത്തില്ലമൊയോർക്ക് കുടിവെപ്പിനും നാങ്കൂർ ദേവന്റെ കന്നിയിൽ പള്ളിയറ പണിയുന്നതിനുമുള്ള ഇച്ഛ ഭഗവതിമാർ ഉന്നയിച്ചു. അതിൻ പ്രകാരം പള്ളിയറ പണിഞ്ഞതായും പത്തില്ലം മുകയർ നാങ്കൂരിൽ അധിവസിച്ചിരുന്നതായും പറയപ്പെടുന്നു. ശേഷിപ്പുകൾ ഒന്നുമില്ല. മോരാ സ്ഥാനത്ത് മോരാന്ന് പേര് പറയാൻ മോരാലി നാങ്കി മോരാലി ഇതിൻ്റെ മുന്നുണ്ടായ ആരുടെ സ്ഥാനം ആടുന്ന് പിന്നെ ആടത്തെ പരിസരം ശരിയില്ലാതെ ആടുന്ന് തമ്പുരാടിമാർ എല്ലാവരും ഈട വന്നിട്ട് നിലയിട്ട് ഈടെ കാര്യക്രമം നടന്നു. അരക്കര ഭഗവതിൻ്റെ അടുത്ത് വന്നിട്ട് നിലവരച്ചിട്ട് ഈടുന്ന് ആടെ ഞങ്ങൾ കാര്യക്രമം ഇന്നോളം നടത്തിക്കൊണ്ടു. ആടെ മുതലാളിക്ക് വന്നിട്ട് കുറച്ചൊരു 800-900 വർഷമാവും. ഇപ്പോൾ ഈടെ വന്നിട്ട് ഒരു 250 വർഷം ഈടായിട്ടുണ്ട്. ആ കാലത്ത് ഗുത്യമ്മ ഭഗവതി ദേവി കുമ്പളെ കടിപൊരി ഗോപാലകൃഷ്ണൻ്റെ ബലഭാഗത്ത് വന്ന് നിലനിന്നിട്ടാകുമ്പോൾ കേക്ക് ഭാഗത്തേക്ക് ദൃഷ്ടിയിട്ടത് ഈ കണ്ണൂർ ഗുത്തു തറവാടിലേക്ക്. അങ്ങനെ ആ ഗുത്യമ്മ ഭഗവതി ദേവി ഈ തറവാടിലേക്ക് വന്നിട്ട് ഞങ്ങളെ ഈ തറവാട്ടിലെ നെല്ലിൻ്റെ രാശിനി തൃശൂളം വെച്ചിട്ട് നിന്നിന് നടന്ന ഒരു ഇതിഹാസം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ആ ഒരു ഇതിഹാസം അല്ല അതുപോലെ തന്നെ ഒരു ബന്ധം നടന്നുകൊണ്ട് വേണമെന്ന് അറിഞ്ഞിട്ട് ആടെ സ്ഥാനം നിറക്കാൻ കതിറും 3 ചൂടി കതിർ കൊടുക്കും. അതുപോലെ തന്നെ ആടെ സ്ഥാനത്തിന് പുത്തരിയാക്കാൻ 1 മൂട നെല്ല് എടുന്ന് കൊടുക്കലുണ്ട്. അപ്പം കൊടുക്കുമ്പോൾ ഈ നെല്ല് ഒരു വെറുതെ കൊണ്ടുവന്നില്ല, ഈ നെല്ലിൻ്റെ 3 ഇരട്ടി വില വരുന്ന മീൻ നമുക്കിവിടെ കൊണ്ടു കൊടുക്കുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കൊടുത്ത നെല്ലിനെ ഒരാടെ പുത്തരിയാക്കുന്ന ഊറ് കൊടുത്ത മീനിനെ ഇവിടെ കരി വെച്ചിട്ട് നമ്മളെ ഗുരു കാരണവർക്ക് ഒരു ഇലയിൽ ബലമതി അമ്മ. ഭണ്ഡാരസ്ഥാനം ആദ്യസ്ഥാനം ഈടുന്ന് ഭണ്ഡാര ഏലത്തായിട്ട് മുകളിലേക്ക് പോയിട്ട് ആടെ ഉത്സവ കാലഘട്ടത്തിൽ ആടത്തെ അരക്കര ഭഗവതി മഹാവിഷ്ണു ഉച്ചിലോട് ഭഗവതി അംചോതി പുന്നക്കല ഭഗവതി വീരന്മാർ പുളിയ പിന്നെ അസ്രാളം മെച്ചേരി പിന്നെ കല്ലങ്കര മരാമല ചാമണ്ടി എല്ലാ തെയ്യത്തിൻ്റെ പഞ്ചൂരിൽ അവിടെ എല്ലാ കാര്യവും ഉത്സവ കാലഘട്ടത്തിൽ അടക്ക് ഈടുന്ന് ഏലത്തായിട്ട് ഭണ്ഡാരം അടക്കം മീത്തൊക്കെ പോകുന്നത്. മോരാൽ ഗുത്യമ്മ മീത്തൽ താനം. നാങ്കൂരിലേക്ക് പോകും വഴിയുള്ള ധാരണപ്രകാരമാണത്രേ മോരാൽ ആര്യക്കര ഭഗവതി സങ്കേതത്തിൽ ഭഗവതിമാർ സ്ഥാനം കൊള്ളുന്നത്. പുന്നക്കാൽ ഭഗവതി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, ആയിറ്റി ഭഗവതി, വീരന്മാർ, കല്ലങ്കര ചാമുണ്ടി, വിഷ്ണുമൂർത്തി, നാഗൻ,
എന്നീ ദൈവചൈതന്യങ്ങളും പുറത്തെ തറയിൽ പഞ്ചുരുളിയും പാടുന്നു. കണ്ണംകുന്ന് കാര്യമൂല തട്ടാൻ കൂടി ആധാരമായി ചെറു കൊട്ടാരക്കുറുപ്പിന്റെ നീരും നിലവും കൊതിച്ച മാതാവ് ശ്രീ പാടാർകുളങ്ങര ഭഗവതി. ശേഷം പട്ടത്തൂരാധാരമായും വഴക്കം വരിച്ച് നിലകൊണ്ടു. പട്ടത്തൂർ പാടാർകുളങ്ങര ക്ഷേത്രത്തിൽ ഒരു ഉത്സവകാലത്ത് ഉദ്യാവരത്ത് നിന്ന് മീൻ വിൽക്കാനെത്തിയ കൊടക്കാട് കുടുംബത്തിലെ സ്ത്രീകൾ ഞങ്ങൾക്കും ഇങ്ങനെയൊരു ദേവിയെ പരിപാലിക്കാൻ കിട്ടിയെങ്കിൽ എന്ന് ആശിച്ചു അത്രേ. അവരുടെ ആത്മഗതത്തിൽ സന്തുഷ്ടയായി ദേവി നാഗരൂപിണിയായി ഉദ്യാവരത്ത് സ്ഥാനം ചെയ്ത് ലക്ഷണം കാട്ടി. ഇവിടെയായിരുന്നു ദേവി ആദ്യം സ്ഥാനം കൊണ്ടത്. ആദൂറിൽ നിന്നും പുറപ്പെട്ട് വിട്ല പഞ്ചലിംഗേശ്വരൻ്റെ കന്യരാശിക്കന്ന് നിലയുറപ്പിച്ച് ഭഗവതിമാർ. ആ നിലയുറപ്പിച്ചിട്ട് ആടുന്ന് പഞ്ചുരുളിയും കൂട്ടി 14 ദൈവങ്ങളും കൂടി ഓമഞ്ചൂർ ശാസ്താവിൻ്റെ വലഭാഗത്ത് ബംഗാര അരസുവിൻ്റെ ബംഗാര ബാണൻ്റെ അനുവാദപ്രകാരം അവിടുന്ന് സ്ഥലം ചോദിച്ചിട്ട് ഓമഞ്ചൂർ ശാസ്താവിൻ്റെ വലഭാഗത്ത് അവിടെ നിലയുറപ്പിച്ച്. ഓമഞ്ചൂർ ശാസ്താവിൻ്റെ നിലയുറപ്പിച്ചതിൻ്റെ ശേഷം അവിടുന്ന് പാടാങ്കര തട്ടാങ്കോടി ആധാരമായി വന്നിരിക്കുന്ന പാടാൾക്കുളങ്ങര ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ പാടാൾക്കുളങ്ങരക്ക് അന്ന് ആ ഓമഞ്ചൂർ ശാസ്താവിൻ്റെ വലഭാഗത്ത് നിലയുറപ്പിക്കുന്ന കാലത്ത് അച്ഛനെ അമ്മ എന്ന് വിളിക്കുന്ന നാട്ടിലേക്ക് ഞങ്ങൾ വരുന്നില്ല എന്ന് പൊന്നക്കാൽ ഭഗവതിയും ഉച്ചൂളിക്കടവത്ത് ഭഗവതിയും അവിടുന്ന് തീരുമാനിച്ചു. അങ്ങനെ ആയിറ്റു ഭഗവതിയും പാടാങ്കരയും അങ്ങോട്ട് അയക്കാൻ. അപ്പോൾ അങ്ങോട്ട് അയക്കുമ്പോൾ ഉച്ചൂളിക്കടവത്തി പാടാങ്കര ഭഗവതിയോട് അപേക്ഷിച്ചു വാഗ് തുറക്കണമെന്ന്. അപ്പോൾ വാഗ് തുറന്നിട്ടാകുമ്പോൾ നാഗ് കണ്ടു. ആ നാഗ് അരിഞ്ഞിട്ട് വിശ്വാസം കൊടുക്കണം, എൻ്റെ മലാമേനെ ചതിക്കാതെ കാത്തുരക്ഷിക്കണം എന്നുള്ള വിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രമാണം ചെയ്തു. പ്രമാണം ചെയ്തിട്ട് വീണ്ടും നാവ് തുറക്കുമ്പോൾ വീണ്ടും ഒരു നാവ് കണ്ടു. ആ വീണ്ടും ഒരു നാവ് കണ്ടപ്പോൾ ഇത് ചതിയം പാടാങ്കരയാണ് എന്ന് ഉച്ചൂളിക്കടവത്ത് ഭഗവതി തീരുമാനിച്ച്. എന്നിട്ട് ആ ചതിയം പാടാങ്കരക്ക് 2 നാവ് കൊണ്ട് നിൽക്കുമ്പോൾ ആയിറ്റു ഭഗവതിയെ ഒന്നിച്ചയക്കാൻ ഉച്ചൂളിക്കടവത്ത് ഭഗവതി അങ്ങനെ ഒരാജ്ഞ കൊടുത്ത് ആയിറ്റു ഭഗവതി പാടാങ്കര കുളത്ത് അങ്ങോട്ട് ആദ്യ ഉദ്യാവരത്ത് പോയിട്ട് നിലയുറപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് സമ്മതം കൊടുത്തു. അങ്ങനെയാണ് തട്ടാങ്കോടി ആധാരമായി വന്ന പാടാർകുളങ്ങര ഭഗവതി ആദ്യ ഉദ്യാവരമെന്നും അനാദി അടുക്കും സോമേശ്വരത്തെന്നും 2 സ്ഥാനം നിലയുറപ്പിച്ചത്. ഈ പാടാങ്കര ഭഗവതിയും ആയിറ്റു ഭഗവതിയും മറ്റുള്ള ദൈവങ്ങളെല്ലാം കൂടിയിട്ട് അവിടെ നിലയുറപ്പിച്ച 2 സ്ഥാനത്ത്. ഉദ്യാവര പാടാർകുളങ്ങര ഭഗവതി മീത്തൽ താനം. ഈ അടുത്ത കാലത്ത് ദൈവസന്നിധിയിൽ വെച്ച് നടന്ന പ്രശ്നചിന്തയിലും നാഗദൈവ പരിപാലനത്തിന് കൊടക്കാട്ട് കുടുംബം തന്നെ വേണമെന്ന് ദേവി ഇച്ഛ അറിയിച്ചിരുന്നു. പാടാർകുളങ്ങര ദേവി മുഖ്യ ദേവതയായ ഈ ദൈവസങ്കേതത്തിൽ ആയിറ്റി ഭഗവതി, വീരന്മാർ, കല്ലങ്കര ചാമുണ്ടി, വീരകാളി, വിഷ്ണുമൂർത്തി, ഗുളികച്ചൻ, നാഗൻ എന്നീ ശക്തിവിശേഷങ്ങൾ കുടികൊള്ളുന്നു. പട്ടത്തൂരിൽ ആടെ തമ്പ്രാട്ടിയമ്മൻ്റെ പാടാങ്കരൻ്റെ ഉത്സവം കണ്ടിട്ടാകുമ്പോഴേക്കോ മനസ്സിലെന്നെ നിന്നിട്ട് ഈ അമ്മ ഞങ്ങളെ ഒപ്പരം പറഞ്ഞെങ്കിൽ ഞങ്ങളെ തറവാട്ടിൽ നിലകൂരണമെന്ന് വെച്ചിട്ട് അവരെ മനസ്സിലായിട്ട് അവരെ ഒപ്പം തന്നെ നാഗസ്വരൂപിണിയായിട്ട് പാടാങ്കര പറഞ്ഞിട്ട് അവരെ തറവാട്ടിൽ നിലകൂരി. ഈ കൊടക്കാട്ടുമാർ അവർ കൊണ്ട് ഈന താൻ നടത്തും ബുദ്ധിമുട്ടായ കാലത്ത് അതിനെ ഈ 2 നാട്ടിലെ സഭയ്ക്ക് വിട്ടു കൊടുത്തിട്ട് അവർ പോയി. അതിന് അവർ വിട്ടു കൊടുത്തെങ്കിൽ നാഗ അവരെ വിട്ടിട്ടില്ല. നാഗ അവർക്ക് മുമ്പേ നിങ്ങൾ ഉള്ളത്തെ അവരെ ആരാധ്യ ദൈവം. അപ്പോൾ നാഗ അവരിൽ ഒഴിഞ്ഞ് ബാക്കി തമ്പ്രാട്ടിമാരെ താമസത്തിൻ്റെ കാര്യഭാഗത്തിനെല്ലാം ഈ ജന്നാട്ടിലെ സഭയ്ക്ക് അവർ വിട്ടുകൊടുത്തിട്ട്. കുച്ചിക്കാട് കരിയപ്പ കിരിയം ജാപ്പു തറവാട്. കോടിത്തലയിൽ നിന്ന് ഭഗവതി 14 മായമാർ ആദ്യം എഴുന്നള്ളിയത് ഇവിടെയായിരുന്നു അത്രേ. ആയിറ്റി ഭഗവതിയും മേച്ചേരി ചാമുണ്ടിയും ഈ നടുവകത്ത് നിലകൊള്ളുന്നു. മഞ്ചേശ്വരം ഹാർബറിനടുത്തുള്ള കോടിത്തല പാടാർകുളങ്ങര ദേവസ്ഥാനം. മേൽമാടം പണിയാതെ പാതിയിൽ നിർത്തിയിരിക്കുന്ന കരിങ്കൽ ചത്വരം. സോപാനവും ദ്വാരപാലക ശില്പവും പൂർത്തീകരിക്കപ്പെട്ട നിലയിലാണ്. ഇത്
പാടാർകുളങ്ങര ദേവി സ്വന്തം തട്ടകം എന്ന നിലയ്ക്ക് പണിതു തുടങ്ങിയ ക്ഷേത്രമാണത്രേ. ആയിറ്റി ഭഗവതി 14 മായമാർക്കും സ്ഥാനം വേണമെന്ന് ശഠിച്ചു. പുലരും മുമ്പ് ക്ഷേത്രം പൂർത്തീകരിക്കുക എന്നതായിരുന്നു പാടാർകുളങ്ങര ദേവിയുടെ നിശ്ചയം. അത് നിറവേറരുത് എന്നുള്ളതുകൊണ്ട് ആയിറ്റി ദേവിയുടെ നിർദ്ദേശപ്രകാരം കോളൂർ ദേവൻ പാതിരാവിൽ കോഴിയായി കൂവി. പാതി പണിത ക്ഷേത്രം പാടാർകുളങ്ങര ദേവിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനാലാണ് ഈ നിർമ്മിതി അപൂർണമായി നിലകൊള്ളുന്നത് എന്ന് പുരാവൃത്ത ശ്രുതി. കോളൂർ ശിവനാണ് ചതി ചെയ്തത് എന്നറിഞ്ഞ പാടാർകുളങ്ങര ദേവി കോളൂർ ദേവനെ ചവിട്ടിയെന്നും കോളൂർ ഉത്സവത്തിൽ ദേവന്റെ തിടമ്പെഴുന്നള്ളത്തിൽ അല്പം ചെരിവുള്ളത് അതുകൊണ്ടാണെന്നുമുണ്ട് കഥ. കോടിത്തല ബബ്ബിരിയൻ ദേവസ്ഥാനം. ഭഗവതിമാരുടെ കൂടെയുണ്ടായിരുന്ന ശിവഗണ വീരനാണ് ബബ്ബിരിയൻ തെയ്യം എന്ന് വിശ്വാസം. കോടിത്തലയിൽ എന്ന പോലെ മൊഗേരരുടെ കുലമന്ദിരമായ ബെന്നെക്കുതിരിലും ബബ്ബിരിയന് നർത്തനമുണ്ട്. ഉദ്യാവര തായൽ താനം. കോടിത്തലയിൽ പാടാർകുളങ്ങര ഭഗവതിക്കുള്ള തിരുമുടിച്ചട്ടം ഇവിടെയാണ് സൂക്ഷിക്കുന്നത്. അരസുമഞ്ജുഷ്ണാര് ദൈവം. മൂത്തോരുടെയും ഇളയോരുടെയും മാടങ്ങൾ. കന്നിമൂലയിൽ പഞ്ചപീഠത്തിൽ 14 മായയ്ക്കും ആദ്യം നിവേദ്യം വെക്കുന്നു. കോടിത്തലയിൽ നിന്നും വന്ന പാടാർകുളങ്ങരയും മായമാരും ഈ ബഡാജെ തന്ത്രിമനയിൽ സ്ഥാനമുറപ്പിച്ചു. കോടിത്തലയിലെ ഉത്സവത്തിന് അരസുമഞ്ജുഷ്ണാരും ആടത്തുനിന്ന് വാദ്യമേള അലങ്കാരങ്ങളോടെ സ്ഥാനികർ ചെല്ലണം. ഇവിടെ അരസുകട്ട ഉത്സവത്തിന് കൊടിമരം ഉയർത്തേണ്ടത് മുഖയ ബോവികളാണ്. ഉദ്യാവര ഭണ്ഡാരവീട്. ഉദ്യാവരത്ത് നിന്ന് സോമേശ്വരം ബലമത്ത് മൊയോന്റെ തറവാട്ടിലാണ് ഭഗവതീ ചൈതന്യം വെളിപ്പെടുന്നത്. അടുക്കത്ത് താനത്ത് നിന്ന് ഭണ്ഡാരം എഴുന്നള്ളിച്ചു വന്നാൽ തിരുവായുധം സൂക്ഷിക്കുന്ന പഞ്ചദുർഗീ സ്ഥാനം. തുടർന്ന് വെളിച്ചപ്പാടും സ്ഥാനികരും നടയേറി സംബന്ധിച്ച ശേഷമേ സോമേശ്വരം ക്ഷേത്രത്തിലെ ഉത്സവത്തിടമ്പ് പ്രദക്ഷിണം ആരംഭിക്കുകയുള്ളൂ. അവർക്ക് ഒരു സ്വപ്ന കണ്ടു. ഭഗവതി തമ്പുരാട്ടി തന്നെ അവർക്ക് ഒരു സ്വപ്ന കണ്ടു. അമ്മ വീട് അമ്മ കോടി പച്ചവല മുടിഞ്ഞിട്ട് അവിടെ നിങ്ങൾ ഇരിക്കണോ, നടതി നോക്കണോ. ആർക്ക് ജാവ് 2 പെണ്ണുങ്ങൾക്ക് കിണവ് കാണിച്ച അമ്മ. അവിടുന്ന് അവർ വെളിയാകുമ്പോൾ കുളിച്ചിട്ട് പിടിച്ചിട്ട് അത് തമ്പുരാട്ടി ചെല്ലിയ പോലെ തന്നെ അവർ വന്നിട്ട് ഇവിടെ ഒരു 50 കൊല്ലമാണ് കാജര കൊണ്ടിട്ട്. അങ്ങനെ ഇപ്പോൾ ഇത്തിരി നേരവും ഞങ്ങൾ ചന്തത്തിൽ തമ്പുരാട്ടി അമ്മ ഞങ്ങളെ ഇതുവരെ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി മേലക്കും ഏതൊരു ലോപദോഷം ഇല്ലാതെ നമ്മൾ ആശ്രയിക്കാൻ മുറ്റും നടത്തണമെന്നും പറഞ്ഞിട്ട് നമ്മളൊരു പ്രാർത്ഥന തമ്പുരാട്ടിയും ചൊല്ലി ഒരു പ്രാർത്ഥന ആക്കിയാൽ ശരങ്കോട്ടിയിട്ട് എന്താ ഇങ്ങനത്തെ ഒരു ശക്തി നമ്മളെ മണ്ണിലേക്ക് വന്നെങ്കിൽ ആവട്ടെ. അമ്മ അവർക്ക് അഭയം കൊടുത്തു, കുറിയും കൊടുത്തു. തമ്പുരാട്ടി പോയിട്ട് അവിടെ നിന്ന് അവിടെ കൊടുക്കാട്ടും ഇത് ഒരു ബലിമാത്തുമാർ തറവാട്ടിലേക്ക് താനത്തുനിന്ന് അവർ പണ്ടാരി ബീച്ചിലേക്ക് കൊണ്ടുപോയി അമ്മനെ. അങ്ങനത്തെ ഒരു ഇതിഹാസം എൻ്റെ അപ്പാൻ ചൊല്ലിട്ട് കൊന്നു, നമ്മൾ കേട്ടിട്ട് കൊന്നു. മൊകേരത്തറവാട്ടിലെ വീരകാളമ്മ ദൈവം ഇവിടെയും ഉദ്യാവരത്തും വീരകാളിയായി ആരാധിക്കപ്പെട്ടു വരുന്നു. പഞ്ചുരുളി തെയ്യത്തിന് ഇവിടെ കെട്ടിക്കോലമുണ്ട്. പാടാങ്കര ഭഗവതി, പിന്നെ ആയിറ്റി ഭഗവതി, വേട്ടക്കുരിമകൻ, വീരക്കാളി, വീരന്മാർ, മേച്ചേരി ചാമുണ്ടി, കല്ലിങ്കര ചാമുണ്ടി, കുളികൻ, ബബ്ബരിയൻ, നാഗദേവൻ, അതുപോലെ വീരപുത്രനുണ്ട്.
പാടാങ്കര ഭഗവത്തിൻ്റെ ഒപ്പരമുള്ള അങ്ങനത്തെ വീരപുത്രനും ഒരു ദൈവമുണ്ട്. പാടാങ്കര ഭഗവതിക്കും ആമറ്റ് ഭഗവതിയും ഇവിടെ മുമ്പിലായിട്ടുള്ള അങ്ങനത്തെ ഒരു സാന്നിധ്യമാണ് ഈ ഇത്. അപ്പോൾ മറ്റെല്ലാ ദൈവന്മാരെല്ലാം ഉണ്ട്, ഒന്നിച്ചുണ്ട്. ഈടെ ആദ്യ ഉദ്യാവർത്തുനിന്ന് ഈടത്തേക്ക് ഭഗവതിമാർ ഒരു കുടുംബത്തിൻ്റെ ഒപ്പരം വന്നങ്ങനത്തെ ഒരു മായാണ് ദേവിമാർ. വെളുമത്ത് മോയർ പറഞ്ഞിട്ട് ഒരു കുടുംബത്തിനെ ഒന്നിട്ട് വന്നങ്ങനത്തെ ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ പേര് അങ്ങനെ വിളിക്കുന്നു. ആദ്യ ഉദ്ധാരത്തുനിന്ന് വന്നിട്ട് ഈടത്തേക്ക് അനാദി അടക്കത്തേക്ക് ആടക്കും ഇടക്ക് ഭേദമില്ല. സർ, ഒന്ന് ചോദിച്ചോട്ടെ, മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഹിന്ദുക്കൾക്ക് ഒരുപാട് ദൈവങ്ങളും പിന്നെ തെയ്യങ്ങളും ഏറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ മാഷേ. വേദമാണ് ഹിന്ദു സംസ്കാരത്തിന്റെ അടിസ്ഥാന പ്രമാണം. മുപ്പത്തിമൂന്ന് ദേവതകളെ ഋഗ്വേദം വിവരിക്കുന്നു. ദേവതകൾ ഈശ്വരനല്ല, ഈശ്വരൻ ഒന്നേയുള്ളൂ. സർവവ്യാപി എന്ന അർത്ഥത്തിൽ വിഷ്ണുവെന്നും മംഗളത്തെ നൽകുന്നവൻ ശിവനെന്നും ഒക്കെ പ്രപഞ്ചശക്തികളുടെ സങ്കീർണതകളെ വിശദീകരിക്കുന്നതിന് വേണ്ടി പ്രതിനിധീകരിച്ച് പ്രത്യേകം പറയുകയാണ്. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഇല്ല മാഷേ. എളുപ്പമല്ല മനസ്സിലാക്കാൻ. ബൾബ് കത്തുന്നു, ഫാൻ കറങ്ങുന്നു, ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നു. ഇതൊക്കെ വ്യത്യസ്ത ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. ഇവയൊക്കെ ദേവതകളാണെന്ന് സങ്കല്പിക്കുക. ഇവയെ എല്ലാം പ്രവർത്തിപ്പിക്കുന്ന കാണാൻ പറ്റാത്ത കറണ്ടാണ് ഈശ്വരൻ എന്ന് ചിന്തിച്ച് ബോധ്യപ്പെട്ടോളുക. അത്രയേ നിവൃത്തിയുള്ളൂ. ദൈവാരാധന തുടങ്ങിയത് ഏത് കാലത്തായിരിക്കും? ഇടിമിന്നൽ, മഴ, മഹാപ്രളയങ്ങൾ, കൊടുങ്കാറ്റ് തുടങ്ങിയ പ്രകൃതി ശക്തികൾക്ക് മുന്നിൽ നിസ്സഹായനായി നിന്നുപോയ ആദിമ മനുഷ്യർ ഏതോ അത്ഭുത ശക്തിയാണ് തങ്ങളുടെ ജീവിതത്തിന്റെ താളഗതി നിർണയിക്കുന്നത് എന്ന ബോധത്തിൽ നിന്നാണ് ദൈവാരാധനയുടെ തുടക്കം. ആ ശക്തിയെ പ്രീതിപ്പെടുത്തി വശപ്പെടുത്തിയാൽ ഭയപ്പാടില്ലാതെ ജീവിതം സുഖകരമാവും എന്ന ചിന്തയിൽ തങ്ങളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള മരവും മലയും പുഴയും ശിലയും ഉപാധിയാക്കിയാണ് ദൈവാരാധന ആരംഭിക്കുന്നത്. ഈശ്വര ശക്തി ചൈതന്യത്തെ വശപ്പെടുത്തി തങ്ങളിലേക്ക് ആവാഹിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ക്രമേണ അനുഷ്ഠാനക്രമങ്ങൾ രൂപപ്പെട്ടു വന്നത്. വിന്ധ്യാശതപുര പർവ്വതനിര അപ്പുറവും ഇപ്പുറവും എന്ന നിലയ്ക്ക് ഉത്തര ദക്ഷിണ ഭാഗങ്ങളായി ഭാരതത്തെ പകുത്തുവെച്ചു. വൻമലനിരകളും മഹാനദികളും മറികടന്നുള്ള പോക്കുവരവ് അസാധ്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പുറത്ത് എന്താണുള്ളത് എന്ന് പോലും പരസ്പരം ഒരു നിശ്ചയവുമില്ലായിരുന്നു. യുദ്ധക്കെടുതികളോ അതിവർഷങ്ങളോ നദിയുടെ വരൾച്ചയോ ഒക്കെ കൊണ്ടുള്ള കാരണങ്ങളാൽ പൊറുതിമുട്ടി നിർബന്ധിതരായി ഗംഗാ സമതലങ്ങളിലുള്ളവർ, പ്രായേണ നാഗരികർ, ചേർച്ചയും ചാർച്ചയുമുള്ളവർ ഓരോ കൂട്ടങ്ങളായി പല ഘട്ടങ്ങളിലായി ദക്ഷിണ ഭാരതത്തിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഈ വടക്കരായ വരത്തരും ഇവിടെ ഉണ്ടായിരുന്നവരും തമ്മിൽ അകന്നും അടുത്തും ജീവിച്ച് നൂറ്റാണ്ടുകൾ കൊണ്ട് ഇവിടെ ഒരു സംസ്കാര സങ്കലനമുണ്ടായി. അറിവ്, ഭാഷ, കഴിവുകൾ ഒക്കെ പരസ്പരം ഇടകലർന്നു. കൂട്ടത്തിൽ ഈശ്വരാരാധനാ സമ്പ്രദായങ്ങളിലും ഈ മാറ്റമുണ്ടായി. നാഗാരാധന മാത്രം അറിയാമായിരുന്ന ഇവിടുത്തുകാരിലേക്ക് ബ്രഹ്മ, വിഷ്ണു, ശിവൻ, ഗണപതി തുടങ്ങിയ ദൈവങ്ങൾ പ്രചാരം നേടി. നാഗത്തെ ആഭരണമാക്കിയ ശിവൻ ഇവിടുത്തെ നാഗാരാധകർക്ക് എളുപ്പം പ്രിയപ്പെടുമല്ലോ. സർ, ജൈനമതക്കാരുടെ യക്ഷിയുടെയും തീർത്ഥങ്കരനായ പാർശ്വനാഥന്റെയും പ്രതീകാത്മകടയാളം സർപ്പം തന്നെയല്ലേ? ശരി തന്നെ. പ്രകൃതിയെ തന്നെ ഉപാധിയാക്കി പ്രകൃതി ശക്തിയെ പ്രീതിപ്പെടുത്തുക അല്ലേ മാഷേ? ശരിയാ. പിതൃപൂജയിൽ നിന്നാണ് തെയ്യങ്ങളുടെ ഉൽപ്പത്തി. വീരകൃത്യങ്ങൾ ചെയ്ത് മരണപ്പെട്ടവരെ കോലം കെട്ടി ആരാധിച്ചു വന്നത് തുളുനാട്ടിലാണ്. തുളുവിലെ ദൈവം നമുക്ക് തെയ്യം. മാവിലർ, പറവർ, കോപ്പാളർ തുടങ്ങിയ ആദിവാസി ഗോത്രങ്ങളിലാണ് തെയ്യം ഉരുവപ്പെട്ടത്. കോഴിക്കോട്ട് മുതൽ വടക്കോട്ട് മുഗയർ അധിവസിക്കുന്നുണ്ട്.
കൊല്ലവർഷം 181 ആണ്ട് തെക്കൻ കൊല്ലത്തു നിന്ന് വടക്കൻ കൊല്ലത്തേക്ക് കൈയെടുത്തു എന്ന പുന്നക്കാൽ ഭഗവതിയുടെ മൊഴിയുടെ പിന്നാമ്പുറത്ത് ആര്യനാട്ടുകരയിലോ പുനലൂരിലോ മുഖയകുലം പടർന്നിട്ടുണ്ടോ എന്നതിന് ഗവേഷണം ആവശ്യമാണ്. ഏഴിമലയ്ക്ക് കിഴക്ക് 600ഓളം ഏക്കറിലായി മാടായിപ്പാറ വ്യാപിച്ചു കിടക്കുന്നു. ഔഷധ സസ്യങ്ങളുടെ ജൈവ വൈവിധ്യങ്ങളുടെ ഈ കലവറയിൽ ഏതു വേനലിലും വറ്റാത്ത പാറക്കുളമാണിത്. പോയ കാലത്ത് ഇവിടെ ജൂതന്മാരുണ്ടായിരുന്നു എന്ന് സൂചന തരുന്ന വിധം ജൂതക്കുളം എന്നും ഇതിന് വിളിപ്പേരുണ്ട്. മാടായിക്കാവ് എന്നറിയപ്പെടുന്ന തിരുവിറകാട്ടുകാവ്, മാടായിക്കാവ് വടക്കേ വാതിൽ. മകരം 9 മുഖയ സ്ത്രീകൾ പുതിയ കലത്തിൽ ഉണക്കലരിയും പായസത്തിനുള്ള ശർക്കരയുമായി ഈ വടക്കേ വാതിൽക്കലെത്തി നിവേദ്യം തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കുന്നു. മാടായിക്കാവ് അടിമസ്ഥലം എന്ന നിലയ്ക്ക് കാരണവർ നടയിൽ അടിമപ്പണം വെക്കുന്ന പതിവുണ്ട്. ആദിയിൽ മുഖയർ മലയാം തുളുങ്കൻ കോലത്തിരിയെ അഭയം പ്രാപിച്ചു എന്ന പുരാവൃത്തത്തിന്റെ നേരിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. മീൻ പിടിച്ചും പല്ലക്ക ചുമന്നും കാലം കഴിച്ചു വന്ന മൊയോന്റെ കുലദേവതാ പദവി ഭഗവതിമാർ കയ്യേറ്റതോടെ ഒറ്റയും തെറ്റയുമായി നടന്നവർക്ക് ഗോത്രത്തിൻ്റെതായ അടുക്കും ചിട്ടയും കൈവന്നു. കൂട്ടം തെറ്റിമേഞ്ഞവർ സ്ഥാനം കേന്ദ്രീകരിച്ച് ചേർന്നു നിന്ന് സംഘബലം കൈവരിച്ചു. ഭഗവതിയാൽ പകർന്നു കിട്ടിയ ആചരണത്തിന്റെ അനുഷ്ഠാന ചിട്ടയുടെ പാഠം ഉൾക്കൊണ്ട് ജാതി വ്യവസ്ഥയിൽ മൊയോൻ എന്ന അപകർഷതാ ബോധത്തിൽ നിന്നും ശാക്തേയത്തിനും നർത്തനത്തിനും അരുളപ്പാടിനും വേണ്ടുന്ന വിദ്യയും കലയും താളവും ആർജിച്ച് മൊയോൻ സ്വത്വബോധത്തിന്റെ മേലേരിയേറി. ദേശാധിപന്മാരായ കോലത്തിരിയുടെയും ക്ഷേത്രപാലകന്റെയും വൈരജാതന്റെയും നീലേശ്വരം തമ്പുരാന്റെയും ബല്ലാൾ രാജാവിന്റെയും വിട്ല അരസുവിന്റെയും ബംഗാരവാണോന്റെയും ബഡാജതന്ത്രിയുടെയും ദേശങ്ങളിൽ സ്ഥാനമാനങ്ങൾ നേടി പൊതുസമൂഹത്തിൽ അംഗീകാരത്തിന്റെ അർഹതയിലേക്ക് സമുദായം ഉയർച്ചയും വളർച്ചയും നേടി. പ്രസിദ്ധരായ ഒട്ടേറെ യക്ഷഗാന നാട്യാചാര്യന്മാരും ഭാഗവതർമാരും മുഖേ സമുദായത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അമൃത സോമേശ്വര, കേശവ ഉച്ചില്ല, രാമചന്ദ്ര ഉച്ചില്ല തുടങ്ങിയ യക്ഷഗാന വിമർശകർ അതിൻ്റെ സാമ്പ്രദായിക രീതി വ്യതിചലിക്കാതെ സംരക്ഷിക്കുന്നതിനായി മുംബൈ ആസ്ഥാനമായി യക്ഷഗാന സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുമായി റാണി അബ്ബക്ക നടത്തിയ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഇന്ത്യയുടെ തന്നെ ആദ്യ നാവികസേനയിൽ മുഖയ സമുദായത്തിലെ ധീരന്മാർ അണിചേർന്നത് സാരഥ്യം വഹിച്ചത് ചരിത്രപരമായ അഭിമാനവും അടയാളവുമാണ്. ഉള്ളാളിലെ ദിഗംബര ജൈനനായ തിരുമലരായന്റെ ചൗത്താ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു റാണി അബ്ബക്ക. വാൾപ്പയറ്റ്, അമ്പെയ്ത്ത്, കുതിരപ്പയറ്റ് മുറകളിൽ വിദഗ്ധയായിരുന്ന അബ്ബക്ക രാഷ്ട്രതന്ത്രവും പഠിച്ചാണ് വളർന്നത്. ഭർത്താവ് ബൈന്ദൂരിലെ ലക്ഷ്മണ ബംഗാര അരസു വിദേശികൾക്ക് കപ്പം നൽകുന്നതിനെ എതിർത്ത് വിവാഹബന്ധം വേർപ്പെടുത്തി ഉള്ളാളിലേക്ക് തിരിച്ചു വന്നു. മൂത്ത റാണിയുടെ മരണശേഷം മരുമക്കത്തായ കീഴ്വഴക്കത്തിൽ ചന്ദ്രഗിരി മുതൽ ഉടുപ്പി വരെയുള്ള ചൗത്താ സാമ്രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തു. തുളുനാടിന്റെ മൂല്യമേറിയ സുഗന്ധവ്യഞ്ജനങ്ങൾ അറബി നാടുകളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന
ഉള്ളാൾ തുളുനാടിന്റെ തുറമുഖ നഗരമായിരുന്നു. കപ്പം കൊടുക്കാൻ തയ്യാറല്ലാത്തതിനാൽ പോർച്ചുഗീസുകാർ പലവരും തുറമുഖത്തെ ആക്രമിച്ചു. 1556 1558 വലിയ സന്നാഹത്തോടെ പോർച്ചുഗീസുകാർ നടത്തിയ യുദ്ധങ്ങളെ അബ്ബക്ക പരാജയപ്പെടുത്തി. മുഗേറുടെ നാവികപ്പടയായിരുന്നു റാണിക്ക് പിൻബലമായത്. അവർ പോർച്ചുഗീസിന്റെ സൈനിക കപ്പൽ കത്തിച്ചു കളഞ്ഞു. 1581 അമ്പല ദർശനം കഴിഞ്ഞു മടങ്ങവേ പെട്ടെന്നുള്ളൊരു ആക്രമണത്തിൽ റാണി തടവിലാക്കപ്പെട്ടു. റാണിയുടെ മുൻ ഭർത്താവ് ഒറ്റുകൊടുത്തതാണെന്ന് ചരിത്രം. ജയിലിൽ നടന്ന ഒരു കലാപത്തിൽ അഭയറാണി അബ്ബക്ക വധിക്കപ്പെട്ടു. റാണിയുടെ ഓർമ്മ ദിവസം ഉള്ളാളിൽ വീരറാണി അബ്ബക്ക ഉത്സവം നടത്തുന്നു. കടലിനെ ഗംഗാമാതാ സങ്കല്പത്തിൽ പൂജിക്കുന്ന മുഗയരും മൊഗേരറും ദേശഭാഷാപരമായ ചില വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ ഒരു വൃക്ഷത്തിന്റെ 2 ശാഖകൾ മാത്രമാണെന്ന് കാണാം. വീരകാളി, ബബ്ബേരിയൻ, വെങ്കിട്രമണ, കല്ലുരുട്ടി, ക്ഷേത്രപാലകൻ തുടങ്ങിയ തെയ്യാരാധനയും പല്ലക്കിൽ ഭണ്ഡാരമെഴുന്നള്ളിപ്പും പൂർവ്വ ബ്രാഹ്മണ പാരമ്പര്യവുമൊക്കെ ഇത് സ്ഥിരീകരിക്കുന്നു. ഈ മൊഗേര ഒരു ഒറിജിനൽ കമ്മ്യൂണിറ്റിയിലെ അത് 4 പാലായി സ്പ്ലിറ്റായി പോയിട്ട് മൊഗേര, ഗാഡിക, സപ്പലിക, പിന്നെ ബോവി ആയായ പ്രാദേശികത്തിൽ അങ്ങനെ സ്ഥാപനച്ചിട്ടുണ്ട്. ബോവിമാരാണ് അത് കാസർഗോഡ് സോമേശ്വര, പിന്നെ ഈ സുള്ളിയ ഈ പ്രദേശത്തിൽ അവർ ആക്കിയിട്ടുണ്ട്. പിന്നെ അവർ ഇത് ഫിഷിങ് അവർ ഈ ബോവിൻ്റെ. പിന്നെ ഈ സപ്പല്യ ഇത് അമ്പലത്തിൽ ಇದು ನಾದಸ್ವರ ಮತ್ತು ಶುಭ ಕಾರ್ಯಕ್ಕೆ ಅವರು ಮಂಗಳವಾದ್ಯ ಹಾಕನ ಅವ್ರದ್ದು ಪ್ರೊಫೆಷನ್ ಈ ಇವರದು. ಈ ಗಾಣಿಗ ಮಾರದ ಪರಿಯವರು ಆಯಿಲ್ ಹಾಕಲ್ಲ വെളിച്ചെണ്ണ ಹಂಗೆ ಮೊಗೇರರು 4 ഡിവിഷൻ ആയി. പിന്നെ ഈ മൊഗേര ഒറിജിനൽ മൊഗേര സമുദ്രത്തെ കടിയിലെ ഫിഷിംഗ് ആക്കിയിട്ട് അപ് ടു കാസർഗോഡുള്ളവരുടെ ഇയാൾ അങ്ങനെ ഇപ്പോൾ ഉണ്ട്. മലയാളത്തിലെ മുഗേർ തന്നെയാണ് തുളുവിൽ മൊഗേരർ എന്ന് പണ്ഡിതനായ ഡോക്ടർ അമൃത സോമേശ്വര സമർത്ഥിക്കുന്നു. 11 ഭഗവതി സ്ഥാനങ്ങളുണ്ടല്ലോ. ആട പേരിൽ ഈ ഭഗവതി ശക്തി അവിടെ സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷയത്തിൽ കുറച്ച് വിവരം. അതെ, ഒരു പേര്, കുറച്ചും ചരിത്ര, പിന്നെ പൂജാവിധി ഇത്യാദി. അതിപ്പോൾ അങ്ങ് തെക്ക് പോയ പോലെ ആ പൂജാവിധി ഇത്യാദിയിലെല്ലാം കുറച്ചും ഭിന്നത വരുന്നുണ്ട്. മൊയോ മലയാള നിഘണ്ടു, യക്ഷഗാന നാടകരചനകൾ തുടങ്ങി നിരവധി വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന 100 പുസ്തകങ്ങളാണ് ഇദ്ദേഹം എഴുതിത്തീർത്തത്. ബാർക്കൂർ ബെന്നെക്കുദ്രുവിലെ മൊഗേര കുലമഹാസ്ത്രീ മന്ദിർ, വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും പിന്നീട് ഭൂതാള പാണ്ഡ്യൻ്റേതുമായിരുന്ന സൈനിക കോട്ട ഇവിടെയായിരുന്നു. വീരഭദ്രൻ അക്കാലം മുതൽക്ക് ഉപാസനാമൂർത്തിയായിരുന്നു. വടക്കുനിന്ന് വന്ന ഭിക്ഷാന്തേഹിയായ ഒരു സന്യാസിനിയെയാണ് കുലമഹാസ്ത്രീ അമ്മയായി ഇവിടെ ആരാധിക്കുന്നത്. അവർ സമാധിയാകും മുമ്പ് അനുജന് മന്ത്രോപദേശം നൽകി ഗുരുവാക്കി. ഏറ്റവും ഒടുവിൽ 9ാം തലമുറയിലെ മാധവ ഗുരുക്കൾ 50 വർഷം മുമ്പ് സമാധിയായി. ഉപ്പള മുതൽ ശിരൂർ ബൈന്ദൂർ വരെ 180 ഗ്രാമമൊഗേരരുടെ മൂലസ്ഥാനമാണിത്. വീരഭദ്രൻ, കുലമഹാസ്ത്രീ അമ്മ, അമ്മനവര് ദുർഗ, മലസാവീര, പരിവാര ദൈവങ്ങൾ, ഹസല ദൈവം, നീചദൈവം,
കോളിയാർ മാമ, വെങ്കിട്ടരമണ, നാഗൻ തുടങ്ങിയ ദേവതകൾ ആരാധിക്കപ്പെടുന്നു. ക്ഷേത്രപാലകൻ ഇവിടെ ക്ഷേത്ര സംരക്ഷകനാണ്. ബബ്രിയൻ തെയ്യത്തിന് നർത്തനമുണ്ട്. ശിവാനന്ദ കോട്ടിയാൻ മൊകേരയാണ് നിലവിൽ പൂജാരി. ബൈക്കമ്പടി പൂവകാമന തറവാട് 157 വർഷമായി കത്തുന്ന കെടാവിളക്ക്. മനദൈവം എന്ന സത്യദൈവം. പഞ്ചുരുളി ദൈവത്തിന്റെ ആയുധം. വീരകാളമ്മ, കൽക്കുട, കല്ലുരുട്ടി എന്നീ ദേവതകളും ഇവിടെ ആരാധിക്കപ്പെടുന്നു. വടക്കൻ കേരളത്തിലെ കീഴാള സമൂഹങ്ങളെ വേദപൗരോഹിത്യ സമ്പ്രദായത്തെ നിരാകരിച്ചുകൊണ്ട് മാനവികതയുടെ പടവുകൾ ചവിട്ടിക്കേറാൻ പ്രാപ്തമാക്കിയത് തെയ്യം എന്ന സത്യശാസ്ത്രമാണ്. വടക്കൻ തുളുനാട്ടിലെ വീരകാളമ്മ സോമേശ്വരം അടുക്കത്ത് താനത്തും ഉദ്യാവരയിലും വീരകാളിയാണ്. ബൈക്കമ്പടി പൂവകാമന തറവാട്ടിലെന്ന പോലെ ഉച്ചിലം, ഉദ്യാവര മുഖേ തറവാടുകളിലും ആരാധിച്ചു വരുന്ന തെയ്യമാണ് കല്ലുരുട്ടി. മാഷെ, യഥാർത്ഥത്തിൽ പ്രാർത്ഥനകൾ ഫലം ചെയ്യാറുണ്ടോ? ഒരു ഡോക്ടർ സർജറിക്ക് പോകും മുമ്പ് രോഗികളോടും ബന്ധുക്കളോടും എന്താണ് പറഞ്ഞിട്ട് പോവുക? ധൈര്യമായിരിക്കൂ, പ്രാർത്ഥിക്കൂ എന്നാണല്ലോ. സയൻറ്റിസ്റ്റുകൾ ബഹിരാകാശത്തേക്ക് പേടകം അയക്കുന്നതും പ്രാർത്ഥനയോടെയാണ്. ശാസ്ത്രം എത്ര കണ്ട് വളർന്നു എന്ന് പറഞ്ഞാലും പ്രാർത്ഥന മനുഷ്യന് നിർവചിക്കാനാകാത്ത ഒരു പിൻബലമാണ്. ക്ഷേത്രങ്ങളിലെ പ്രാർത്ഥനയും തെയ്യത്തോടുള്ള പ്രാർത്ഥനയും രണ്ട് വിധമാണല്ലോ സർ. മന്ത്രതന്ത്ര വിധി പ്രകാരം ബ്രാഹ്മണ പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ നിശ്ചിത ദൂരത്തിൽ നിന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുക. ആട്ടെ, എന്താണ് ഈ പ്രാർത്ഥന? എനിക്കത് തരൂ, എനിക്കിത് തരൂ എന്നത് യാചനയാണ്. പ്രാർത്ഥന നിസ്വാർത്ഥമായിരിക്കണം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് കേട്ടിട്ടില്ലേ? സമസ്ത ലോകങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്നതാണ് ഭാരതീയ ദർശനം. പ്രാർത്ഥന മാനസപൂജയാണ്. വിഗ്രഹം എന്നാൽ വിശേഷേണ ഗ്രഹിക്കേണ്ടത്. നട തുറന്നാൽ പൂജാരി മണികിലുക്കി പാദം മുതൽ ശിരസ് വരെ വിളക്ക് കാണിക്കില്ലേ? ആ വെളിച്ചത്തിൽ വിഗ്രഹത്തെ കണ്ണു തുറന്ന് കണ്ട് മനസ്സിലേക്കെടുക്കുക. ശേഷം കണ്ണടച്ച് മനസ്സിലെ വിഗ്രഹത്തോട് നേരിട്ട് എന്ന പോലെ ആത്മധൈര്യം നൽകാൻ കൂടെ ഉണ്ടാകണേ എന്ന് പറയുക. ക്ഷേത്രത്തിലെ വിഗ്രഹം കണ്ണു തുറക്കില്ല, മനസ്സിലെ വിഗ്രഹം കണ്ണു തുറക്കും. പുഞ്ചിരിച്ചുകൊണ്ട് ഇഷ്ടദൈവം പ്രസാദിക്കും. എല്ലാത്തിനും നമ്മുടെ കർമ്മങ്ങൾ കുറ്റമറ്റതാകണം, കളങ്കമില്ലാത്തതാകണം. പരോപകാരമേ പുണ്യം, പരപീഡനം പാപമേ. ഉപകാരം ചെയ്യുന്നത് പുണ്യം. ഒരു ജീവിയെപ്പോലും ഉപദ്രവം ചെയ്യാതിരിക്കുക. താനങ്ങളിൽ പൂജ ശാക്തി സമ്പ്രദായ പ്രകാരമല്ലേ മാഷേ? അനുഷ്ഠാനം ശാക്തേയം തന്നെയാണ്. പുതിയ കാലത്ത് ചിലതിനൊക്കെ പ്രത്യക്ഷത്തിൽ എന്ത് പ്രസക്തി എന്ന് തോന്നാമെങ്കിലും നമ്മുടെ താനങ്ങളിലെ പൂജ ശാക്തേയ ശാസ്ത്രീയം തന്നെയാണ്. മാഷേ, ഈ വെളിച്ചപ്പാട്, ദർശനം ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? ശാസ്ത്രീയമായ പ്രമാണം ചോദിക്കില്ലെങ്കിൽ ചില അനുമാന നിരീക്ഷണങ്ങൾ പറയാം. താനങ്ങളിലെ പൂജ, തെയ്യം എന്ന് തുടങ്ങിയ അനുഷ്ഠാനങ്ങളുടെ അന്തരീക്ഷത്തിൽ പിറന്ന് വളരുന്ന ചില വ്യക്തികൾക്ക് മാത്രം സംഭവിക്കുന്ന വിശിഷ്ട അനുഭവമാണത്. ചെണ്ടകൊട്ട്, മണിനാദം, തോറ്റങ്ങൾ ഇവയിലൊക്കെ സാധാരണക്കാരേക്കാൾ കൂടുതൽ മനസ്സിലേക്കുമ്പോൾ അവരുടെ മസ്തിഷ്ക ഞരമ്പുകളിൽ അസാധാരണമായ പ്രകമ്പനം സൃഷ്ടിക്കപ്പെടും. ചെണ്ടകൊട്ട്, മണിനാദം, അനുഷ്ഠാന കർമ്മങ്ങളും ഒക്കെ നമ്മുടെ
കാതിലും കണ്ണിലും വീഴുമ്പോൾ അത് അവരുടെ അന്തരാളത്തിലാവും മുഴങ്ങുന്നത്. അത് അവരുടെ തനത് വ്യക്തിത്വത്തിനപ്പുറം ഒരു ദേവതാ പ്രത്യയനം സംഭവിപ്പിക്കും. ഉപബോധ മനസ്സിൽ നിന്നും മൊഴിയരുളപ്പാടുകൾ ഉണരുന്നു. വെളിച്ചപ്പാടിൻ്റെ, കർമ്മത്തിൻ്റെ, ധ്യാനത്തിൻ്റെ, ഉപാസനയുടെ പരിപൂർണതയാണ് ദർശനപൂർണത. അഷ്ടനാഗഭണങ്ങൾ പോലെ, കുരുക്ഷേത്ര കൃഷ്ണന്റെ കുതിരകളെപ്പോലെ ഒന്നൊന്നായി കുതിച്ചെത്തി വിലയിക്കുന്ന തിരമാലകൾ. പ്രപഞ്ചവികാസത്തിന് സാക്ഷിയായ കടലിന് ചെവിയോർക്കെ ആദിബീജ മഹാനാദമായ ഓങ്കാരത്തിൻ്റെ അനാഹത പ്രകമ്പനം. ആത്മാന്വേഷിയായ ഓരോ മനുഷ്യൻ്റെയും ബോധമനസ്സിൻ്റെ ഉൾക്കടലിൽ ജന്മമോക്ഷ സന്ധ്യ വരെയും ചോദ്യത്തിരമാലകൾ ഇരച്ചെത്തുന്നുണ്ട്, ഇല്ലാതാകുന്നുണ്ട്. ഗുരുപരമ്പരയുടെ കാൽപ്പാടുകൾ നമുക്ക് വഴികാട്ടുന്നുണ്ട്. പ്രതിസന്ധിയുടെ ഏതിരുട്ടിനെയും തുളച്ചു മുന്നേറുന്നതിന് ഭഗവതിമാർ കാട്ടിത്തരുന്ന ദൃഷ്ടാന്തത്തിൻ്റെ കൈവിളക്ക് തുണയായുണ്ട്. താനങ്ങളിലെ ദീപജ്വാല പ്രാണാഗ്നി നാളമായി കണ്ട് ആത്മാവിൽ കെടാതെ കരുതിക്കൊള്ളുക. നിർഗുണ ബ്രഹ്മണി നിരാലംബ ഭക്തരിൽ സദ്ഗുണം വരുത്തുവാനല്ലോ. നിർഗുണ ബ്രഹ്മണി നിരാലംബ ഭക്തരിൽ സദ്ഗുണം വരുത്തുവാനല്ലോ. പുന്നക്കാലമ്മയായി ആയിട്ടി ഭഗവതിയായി, പുന്നക്കാലമ്മയായി ആയിട്ടി ഭഗവതിയായി, പുണ്യമുച്ചൂളിക്കടവത്തു ദേവിയായി. മൂന്നായി ഭവിച്ചാര്യ നാട്ടിൽ നിന്നും, മൂന്നായി ഭവിച്ചാര്യ നാട്ടിൽ നിന്നും മലനാട്ടിലെഴുന്നള്ളി അഭയാംബിക, മലനാട്ടിൽ എഴുന്നള്ളി അഭയാംബിക.